Feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all because of you. Dripping lights paint the skies, only you can make me move. You can make me move. Can make me move. You can make me move. Can make me. So alive, make it last forever. Stop in time, yeah, I'm surrendering. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all because of you. Dripping lights paint the skies, only you can make me move. You can make me move. Can make me move. Can make me move. You can make me move. Can make me. Open eye, feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all
ഗുഡ് ഈവനിങ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ, നേരത്തെ അവർ കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ആൾ കുറവാണ്, എന്നാലും നമുക്ക് പഠിപ്പിച്ച് ഫിനിഷ് ചെയ്യണ്ടേ? ഓക്കെ, അപ്പോൾ നമുക്കൊരു 2-3 ദിവസത്തിനകത്തെല്ലാം ഫിനിഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. കൈനറ്റിക് തിയറി എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ പേനയും പേപ്പറും ഒക്കെ എടുത്ത് വെച്ചിട്ടിരിക്കുക. അപ്പോൾ കാരണം ഇതിനകത്ത് കുറേ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? കൈനറ്റിക് തിയറി എന്നാണ്. അപ്പോൾ കൈനറ്റിക് തിയറി എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ചാപ്റ്ററാണ്, നല്ല സിമ്പിളൊരു ചാപ്റ്ററാണ്. ഓക്കെ, ഇതിനകത്ത് പലതും കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ എനിക്കും എളുപ്പമാണ് പഠിപ്പിക്കാൻ, നിങ്ങൾക്കും എളുപ്പമാണ് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്, കൂടുതൽ ആഡംബരമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി. കെമിസ്ട്രിയിലും പഠിച്ചതായിരിക്കും കൈനറ്റിക് തിയറിയിലുള്ള പോസ്റ്റുലേറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറേ പോസ്റ്റുലേറ്റ്സ് ഉണ്ട്, ഒരു 7 പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. അതിനകത്ത് ആദ്യത്തെ പോസ്റ്റുലേറ്റ് ഞാൻ പറയാണ്. നോക്കൂ, ഒരു ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് റാൻഡം മോഷനിലാണ്. ഓക്കെ, റാൻഡം മോഷനിലാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യും, പിന്നെ അതിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ വാൾസിൽ പോയി കൊളൈഡ് ചെയ്യും. അപ്പോൾ ചാടവട കൊളീഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ്? മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഇൻ റാൻഡം മോഷൻ, ദേ കൊളൈഡ് അഗൻസ്റ്റ് ഈച്ച് അതർ ആൻഡ് ആൾസോ വിത്ത് ദ വാൾസ് ഓഫ് കണ്ടെയ്നർ. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്തത് സൈസ് ഓഫ് എ മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ. ഞാൻ ആദ്യം ഒന്ന് ഫാസ്റ്റായിട്ട് പറയാം, എന്നിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. അപ്പോൾ സൈസ് ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത് നെഗ്ലിജിബിളാണ്. എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴെന്ന് പറയണ്ടേ? 2 മോളിക്യൂൾസ് തമ്മിലുള്ള ഗ്യാപ്പ്, ഒരു ഗ്യാസിലെ മോളിക്യൂൾസ് തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലാണെന്നറിയാം. അപ്പോൾ ഈ ഗ്യാപ്പ് വെച്ച് നോക്കുമ്പോൾ മോളിക്യൂളിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, അത് നെഗ്ലിജിബിളാണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എന്താണ്? സൈസ് ഓഫ് എ മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 മോളിക്യൂൾസ്. ഓക്കെ, ഇനി അടുത്ത ഈ മോളിക്യൂൾസിനെ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് സ്ഫിയേഴ്സ് ആയിട്ടാണ്. അപ്പോൾ മോളിക്യൂൾസിന് സ്ഫെറിക്കൽ ഷേപ്പ് എന്നാണ് ഏത് തിയറിയിൽ പറയുന്നത്? കൈനറ്റിക് തിയറിയിൽ പറയുന്നത്. ഓക്കെ, ഇനി ഈ മോളിക്യൂൾസ് തമ്മിൽ ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ ഒന്നും തന്നെ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നോ ഇൻ്റർ മോളിക്കുലാർ അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓർ ബിറ്റ്വീൻ മോളിക്യൂൾസ് ആൻഡ് വാൾസ് ഓഫ് കണ്ടെയ്നർ എന്നാണ് അടുത്ത പോസ്റ്റുലേറ്റ്. അപ്പോൾ എന്താണ്? മോളിക്യൂൾസ് തമ്മിൽ എന്തില്ല? അട്രാക്ഷൻ ഇല്ല, റിപ്പൽഷനും ഇല്ല. ഓക്കെ, അപ്പോൾ എത്ര പോസ്റ്റുലേറ്റായി? 4 പോസ്റ്റുലേറ്റായി. ഇനി അടുത്ത ഇൻറ്റേർണൽ എനർജി ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ കൈനറ്റിക് എനർജി ആണെന്നാണ് നമ്മൾ ഏത് തിയറി പറയുന്നത്? കൈനറ്റിക് തിയറി പറയുന്നത്. നമുക്കറിയാം ഇൻറ്റേർണൽ എനർജി ഈസ് എ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. പക്ഷേ കൈനറ്റിക് തിയറി പറയുന്നത് എന്താണ്? ഇൻറ്റേർണൽ എനർജി ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ടോട്ടൽ കൈനറ്റിക് എനർജി മാത്രമാണെന്നാണ് പറയുന്നത്. ഓക്കെ, മോളിക്യൂൾസിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി മാത്രമെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നോക്കൂ, ഈ മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? മോളിക്യൂൾസും വാൾസ് ഓഫ് കണ്ടെയ്നറും തമ്മിൽ കൊളൈഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? ഈ കൊളീഷൻ എല്ലാം തന്നെ ഇലാസ്റ്റിക്കാണ്. എല്ലാ കൊളീഷനും എന്ത് കൊളീഷനാണ്? ഇലാസ്റ്റിക് കൊളീഷനാണ്. അടുത്തത് 2 മോളിക്യൂൾസ് തമ്മിൽ എന്താണ്? ടൈം ഓഫ് കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 മോളിക്യൂൾസ് തമ്മിൽ ഹിറ്റ് ചെയ്യുന്ന കോണ്ടാക്റ്റിൽ വരുന്ന ടൈം ഈസ് ലെസ് ദാൻ എന്താണ്? ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ 2 കൊളീഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് എന്തെന്നറിയപ്പെടുന്നത് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി. എത്ര എണ്ണം ഞാൻ പറഞ്ഞു? 7 എണ്ണം പറഞ്ഞു. ഏതൊക്കെയാണ്? അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? മോളിക്യൂൾസ് ഓഫ് എ പെട്ടെന്ന് പറഞ്ഞങ്ങ് വിടാം. സോ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഇൻ റാൻഡം മോഷൻ, ദേ കൊളൈഡ് അഗൻസ്റ്റ് ഈച്ച് അതർ ആൻഡ് ആൾസോ വിത്ത് വാൾസ് ഓഫ് കണ്ടെയ്നർ. രണ്ടാമത്, സൈസ് ഓഫ് എ മോളിക്യൂൾ ഈസ് വെരി സ്മോൾ, നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 മോളിക്യൂൾസ്. അപ്പോൾ ഏതായിരിക്കും കൂടുതൽ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഒരുപാട് കൂടുതലായിരിക്കും. ഗ്യാസ് അല്ലേ, ഗ്യാസിൻ്റെ മോളിക്യൂൾസ് എങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്? നമുക്ക് ലൂസ്ലി പാക്ഡ് ആണ് അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സൈസ് ഓഫ് മോളിക്യൂൾ വളരെ നെഗ്ലിജിബിളാണ്.
ഇനി മോളിക്യൂൾസിന് എന്ത് ഷേപ്പ് എന്നാണ് കൈനറ്റിക് തിയറി പറയുന്നത്? സ്ഫിയേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി മോളിക്യൂൾസ് തമ്മിൽ ഇൻ്റർ മോളിക്കുലർ അട്രാക്ഷനും ഇല്ല, റിപ്പൽഷനും ഇല്ല എന്നാണ് പറയുന്നത്. ഇനി ഇൻറ്റേർണൽ എനർജി ഓഫ് ഗ്യാസ് കണ്ടുപിടിക്കാൻ വേണ്ടി കൈനറ്റിക് തിയറി പറയുന്നത് എന്തെടുത്താൽ മതി എന്നാണ്? ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് എടുത്താൽ മതി എന്നാണ്. ഇനി അടുത്തെന്താണ്? മോളിക്യൂൾസ് തമ്മിലുള്ള കൊളീഷൻ എല്ലാം തന്നെ എലാസ്റ്റിക് എന്നാണ് പറയുന്നത്. അടുത്തെന്താണ്? ടൈം ഓഫ് കൊളീഷൻ. രണ്ട് മോളിക്യൂൾസ് തമ്മിൽ ഹിറ്റ് ചെയ്യുന്നു, ആ കോണ്ടാക്റ്റിൽ വരുന്ന ടൈം വളരെ ചെറുതാണ്. എന്തിന്? ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ 2 കൺസിക്യൂട്ടീവ് കൊളീഷൻസ്. അടുത്തടുത്തുള്ള 2 കൊളീഷൻ്റെ ഇടയ്ക്കുള്ള ടൈം ഗ്യാപ്പിനേക്കാളും. അപ്പോൾ ഇതാണ് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി. ഇപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് പറയാം. എന്താണ് ഫസ്റ്റ് വൺ? എന്താണ്? മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഇൻ റാൻഡം മോഷൻ, ദേ കൊളൈഡ് അഗൻസ്റ്റ് ഈച്ച് അതർ ആൻഡ് ആൾസോ വിത്ത് വാൾസ് ഓഫ് കണ്ടെയ്നർ. അടുത്ത സൈസ് ഓഫ് എ മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 മോളിക്യൂൾസ്. ദെൻ മോളിക്യൂൾസ് ആർ അസ്യൂംഡ് ആസ് സ്ഫിയേഴ്സ്. ദർ ഈസ് നോ ഇന്റർമോളിക്കുലാർ attraction or repulsion between molecules or between molecules and walls of container. Then internal energy of a gas is a total kinetic energy of molecules. അടുത്തെന്താണ്? See, the collision between molecules and walls of container all are elastic collisions. At the time of collision is very small compared to the time interval between 2 collisions. എന്തെങ്കിലും പ്രയാസമുണ്ടോ? അപ്പോൾ ഇത് പെട്ടെന്ന് വായിച്ച് പഠിച്ചോണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. RMS വെലോസിറ്റി. എന്താണ് RMS വെലോസിറ്റി? ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. RMS വെലോസിറ്റി. RMS എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ എന്നാണ്. RMS എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ മോളിക്യൂൾസ് കിടന്ന് ഓടിക്കളിക്കുകയാണ്. അപ്പോൾ ഞാനൊരു മോളിക്യൂളിനെ എടുക്കാം. ഓക്കെ, ഈ മോളിക്യൂളിന് ഞാൻ നോക്കാം. ഈ മോളിക്യൂളിന് ഒരു വെലോസിറ്റി ഉണ്ട് ഇങ്ങനെ. ഓക്കെ, ഇത് വേറെ എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചിട്ട് അത് ഇതാ ഇങ്ങനെ പോയെന്ന് വെച്ചോളൂ. ഇടി കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ പോയി. ഓക്കെ, ഇതാ ഇങ്ങനെ പോയി. അപ്പോൾ അല്ലെങ്കിൽ പോട്ടെ, മോളിക്യൂളിനെ ഞാൻ ഇങ്ങനെ എടുക്കാം. ഇത് എങ്ങോട്ടെങ്കിലും പോട്ടെ. അപ്പോൾ മോളിക്യൂൾ ഇതാ ഇങ്ങോട്ട് പോയി, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോയി. ഇങ്ങനെ റാൻഡമായിട്ട് മോളിക്യൂൾ കൊളൈഡ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോളിക്യൂളിന് ഒരു വെലോസിറ്റി ഉണ്ട്, V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു വെലോസിറ്റിയിൽ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ V എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഇങ്ങോട്ട് വരുന്നു, V എന്ന് വെലോസിറ്റിയിൽ ഇങ്ങോട്ട് പോകുന്നു, V എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വെലോസിറ്റി എടുത്താൽ എത്ര വരുമെന്നറിയാമോ? ഇതൊരു വെലോസിറ്റി ഒരു വെക്ടർ അല്ലേ മക്കളെ? അപ്പോൾ ഈ വെലോസിറ്റി ഇങ്ങനെ കാണും. അതിന് ഈക്വലായിട്ടുള്ള ഒരു വെലോസിറ്റി ഇതാ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ആകുമ്പോഴത്തേക്ക് 0. അതുപോലെ ഇവിടെ ഒരു വെലോസിറ്റി ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഈക്വലായിട്ടുള്ള വേറൊരു വെലോസിറ്റി ആ മോളിക്യൂളിൻ്റെ വേറെ സ്ഥലത്ത് കാണും. അപ്പോൾ ഇവിടെ മോളിക്യൂളിൻ്റെ ആവറേജ് വാല്യൂ ഓഫ് വെലോസിറ്റി എത്ര വരും? 0 വരും. അപ്പോൾ എന്താണ്? മോളിക്യൂൾ ഓടുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ മോളിക്യൂളിൻ്റെ ആവറേജ് വാല്യൂ ഓഫ് വെലോസിറ്റി എത്രയും വരും? 0 വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കിടന്ന് എന്താണ് പഠിക്കുകയും ചെയ്യുന്നു, പരീക്ഷയ്ക്ക് 0 കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ എന്താണ് വീട്ടുകാർ പറയുന്നു അവൻ പഠിക്കുന്നതിന് ഒരു കുറവും ഇല്ല, എന്താണ് പരീക്ഷയ്ക്ക് പക്ഷേ 0 പക്ഷേ അങ്ങനെ ആർക്കും സംഭവിക്കുന്നില്ലല്ലോ. നിങ്ങളൊന്നും പഠിക്കാത്തതുകൊണ്ടല്ലേ 0 വരുന്നത്, പഠിക്കാൻ ബുദ്ധിയില്ലാഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ നോക്ക്, അപ്പോൾ ബുദ്ധിയൊക്കെ ആവശ്യത്തിൽ കൂടുതൽ നിറച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ പഠിക്കുകയോ ഇല്ല, നമ്മൾ പഠിക്കുകയില്ല. അപ്പോൾ ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ഓടുകയാണ്. അപ്പോൾ ഓടി ഇടിച്ചു, വേറെ സ്ഥലത്തോട്ട് പോയി, അത് കഴിഞ്ഞ് വേറെ സ്ഥലത്തോട്ട് പോയി, ഇങ്ങനെ ഇടിച്ചിടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിന് V എന്ന് പറയുന്ന ഒരു വെലോസിറ്റി ഉണ്ടെന്ന് വെച്ചോ. ഒരു കൊളീഷൻ സമയത്ത് ആ V വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിന് V വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ അതേപോലെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ആവറേജ് വാല്യൂ ഓഫ് വെലോസിറ്റി എത്ര വരും? 0 വരും. അപ്പം മോളിക്യൂൾ ഓടുകയും ചെയ്യുന്നു, പക്ഷേ ആവറേജ് വാല്യൂ ഓഫ് വെലോസിറ്റി ചോദിച്ചാൽ എത്രയേ പറയാനും പറ്റൂ? 0 പറയാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ RMS വെലോസിറ്റി കൺസിഡർ ചെയ്യും. എന്താ കൺസിഡർ ചെയ്യുക? RMS വാല്യൂ ഓഫ് വെലോസിറ്റി കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ജനറേറ്റർ അടുത്ത വർഷം നമ്മൾ പഠിക്കുന്ന ഒരു സാധനം, ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കുന്നു. ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് വോൾട്ടേജ് ഉണ്ടാവും, പക്ഷേ ഉണ്ടാകുന്ന വോൾട്ടേജുകളുടെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആവറേജ് വാല്യൂ ഓഫ് വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ 0 വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ സിറ്റുവേഷൻ സോൾവ് ചെയ്യുന്നത് അവിടുത്തെ RMS വാല്യൂ ഓഫ് വോൾട്ടേജ് എടുത്തിട്ടാണ്. അപ്പോൾ ഓർത്ത് വെച്ചണം എന്താണ് ഞാൻ പറഞ്ഞത്? സി ദ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ആർ ഇൻ റാൻഡം മോഷൻ. കൂടുതൽ ഗവേഷണമൊന്നും നടത്തണ്ട. ദ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഇൻ റാൻഡം മോഷൻ. ഓക്കെ, so the average value of velocity of molecule will be 0. So in such a situation we consider RMS velocity. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ RMS velocity പരിഗണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവം? മോളിക്യൂൾസ് ഓടുകയും ചെയ്യുന്നു, പക്ഷേ ആവറേജ് വാല്യൂ ഓഫ് വെലോസിറ്റി 0 പറയാൻ പറ്റൂ. പക്ഷേ മോളിക്യൂൾ ഓടുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ എങ്ങനെ സോൾവ് ചെയ്യും?
അവിടുത്തെ RMS വാല്യൂ കൺസിഡർ ചെയ്യും. അപ്പോൾ വെലോസിറ്റിയുടെ RMS വാല്യൂ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ RMS വാല്യൂ ഓഫ് വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ RMS വാല്യൂ ഓഫ് വെലോസിറ്റി എത്ര അല്ല, ഇവിടെ 0 അല്ല. ഓക്കെ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ RMS വെലോസിറ്റി കൺസിഡർ ചെയ്യുന്നത്? മോളിക്യൂളിൻ്റെ വെലോസിറ്റികൾ ഞാൻ പറയാം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. 3 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. അടുത്തൊരു വെലോസിറ്റി -3 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. അടുത്തൊരു വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. അടുത്തൊരു വെലോസിറ്റി -3 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടുന്ന് ആവറേജ് എടുത്താൽ 0 അല്ലേ വരൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ എന്തെടുക്കും? സ്ക്വയർ എടുക്കും. 3യുടെ സ്ക്വയർ 9, -3യുടെ സ്ക്വയർ എത്ര? 9, 3യുടെ സ്ക്വയർ 9, -3യുടെ സ്ക്വയർ 9. അപ്പോൾ എല്ലാത്തിൻ്റെയും എന്തെടുത്തു? സ്ക്വയർ എടുത്തു. എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ മീൻ എടുക്കുന്നു. മീൻ എടുക്കട്ടെ. അപ്പോൾ 9 + 9 + 9 + 9 the whole divided by 4 മീൻ എടുത്തു. എന്നിട്ട് ഈ ആൻസറിൻ്റെ റൂട്ട് എടുത്താൽ നിങ്ങൾക്ക് ആൻസർ എത്ര വരില്ല? 0 വരില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? RMS വെലോസിറ്റിയാണ്. അപ്പോൾ എന്താണ് സംഭവം? ആദ്യം ഈ വെലോസിറ്റികളുടെ എല്ലാം എന്തെടുക്കുക? സ്ക്വയർ എടുക്കുക. RMS ലാസ്റ്റിൽ നിന്ന് തുടങ്ങുക. ആദ്യം എല്ലാത്തിൻ്റെയും കൂടെ എന്ത് എടുക്കുക? സ്ക്വയർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ എല്ലാം കൂടെ മീൻ എടുക്കുക. എന്നിട്ട് അതിൻ്റെ എല്ലാം കൂടെ റൂട്ട് എടുക്കുക. ആൻസർ എന്ത് വരില്ല? 0 വരില്ല. ഇപ്പോൾ നമുക്ക് കിട്ടിയത് RMS വാല്യൂ ഓഫ് വെലോസിറ്റിയാണ്. So what do you mean by RMS velocity? It is a root of mean of square of velocities. എന്താണ്? It is a root of mean of square of velocities. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? What do you mean by RMS velocity എന്നാണ് ഞാൻ പറയുന്നത്. The molecules of a gas are in random motion. Okay. The average value of velocity is of molecule is 0. In such a situation we consider RMS velocity. It is a root of mean of square of velocities. എന്താണ്? It is a root of mean of square of velocities. ഓക്കെ. അപ്പോൾ അടുത്തേക്ക് പോട്ടെ. ഒന്നുകൂടെ പറയണോ? അപ്പോൾ എന്താണ് RMS velocity? The molecules of a gas are in random motion. So the average value of velocity of molecule is 0. In such a situation we consider RMS velocity. It is a root of mean of square of velocities. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അടുത്തേക്ക് പോയിക്കോട്ടെ. അടുത്തത് നമ്മൾ ഒരു അടിപൊളി സാധനമാണ് പഠിക്കാൻ പോകുന്നത്. പ്രഷർ എക്സർട്ടഡ് ബൈ എ ഗ്യാസ്. പ്രഷർ എക്സർട്ടഡ് ബൈ എ ഗ്യാസ്. സൂക്ഷിച്ചിരിക്കണം. അപ്പോൾ ഒരു ഗ്യാസ് കൊടുക്കുന്ന പ്രഷർ കണ്ടുപിടിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കണേ. ഇത് നമുക്ക് ഒരു 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റനാണ്. അത്ര സുഖകരമൊന്നുമല്ല. സൂക്ഷിച്ച് കണ്ടുമൊക്കെ ഇരിക്കുക. ഓക്കെ. അപ്പോൾ ഗ്യാസിൻ്റെ മോളിക്യൂൾസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ മോളിക്യൂൾസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തമ്മിൽ കൊളൈഡ് ചെയ്യും. ഓക്കെ. അതൊക്കെ അവരിഷ്ടം. ഇനി ഈ വാൾസ് ഓഫ് കണ്ടെയ്നറിലും വന്നിടിക്കും. ആണല്ലോ. ഈ ഇടി കാരണം വാൾസിലൊരു പ്രഷർ കിട്ടും. ആ പ്രഷറിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. See, the molecules of a gas are in random motion. They collide against the walls of container. This collision is responsible for the pressure exerted by a gas. So we are going to get an expression for pressure exerted by a gas. Okay. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു എന്താണ് ഒരു ഗ്യാസിനെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ആ ഗ്യാസിനെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ക്യൂബിക്കൽ വെസലിലാണ്. അപ്പോൾ അത് അവിടെ ഇരിപ്പുണ്ട് ഒരു ക്യൂബിക്കൽ വെസൽ. ഓക്കെ. ഇപ്പോൾ ഒരു ക്യൂബിക്കൽ വെസലാണ് ഇരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഒരു ക്യൂബിക്കൽ വെസലിൽ ഒരു ഗ്യാസ് ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ ക്യൂബാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ്? ഗ്യാസാണ്. ഓക്കെ. ഇതിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ n മോളിക്യൂൾസ് ഉണ്ട്. എത്ര മോളിക്യൂൾസ് ആണ്? n മോളിക്യൂൾസ് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഓക്കെ. അപ്പോൾ ഒന്നും കൂടെ ഒരു ക്യൂബിക്കൽ വെസൽ എടുത്തു. അതിൻ്റെ ഒരു സൈഡ് 1 മീറ്ററാണ്. ഇതിനകത്ത് ഗ്യാസ് നിറച്ചിട്ടുണ്ട്. എത്ര മോളിക്യൂൾസ് ഉണ്ട്? n മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. നിങ്ങൾ ഒരു മോളിക്യൂളിന് അങ്ങനെയുള്ള അപ്പോൾ ഞാനിവിടെ ഈ വോളിന് ABCD എന്ന് പറയുന്ന ഈ വോളിനെ എടുത്തു. ഞാൻ ഇവിടെയാണ് ഒരു മോളിക്യൂളിനെ എടുത്തത്. ഞാൻ കൺസിഡർ ചെയ്യുന്ന മോളിക്യൂളിനെയാണ് ഇപ്പോൾ മാർക്ക് ചെയ്തത്. ഈ മോളിക്യൂള് ദാണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്റിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മോളിക്യൂളിൻ്റെ മാസ് സ്മോൾ m ആണ്. ഇതിൻ്റെ റൈറ്റിലോട്ടുള്ള വെലോസിറ്റി Vx ആണെന്നിരിക്കട്ടെ. ഇവൻ പോയി ∆t ടൈം കഴിയുമ്പോൾ ഈ ABCD എന്ന് പറയുന്ന വോളിൽ ഇടിക്കും. അങ്ങനെയാണെങ്കിൽ ആ മോളിക്യൂളിൻ്റെ ആദ്യം കേട്ടോണ്ടിരിക്കുക. ഇപ്പോൾ കൂടെ എഴുതാതിരിക്കരുത്. ആ മോളിക്യൂളിൻ്റെ ഇനീഷ്യൽ മൊമെൻറ്റം പറയണം. അപ്പോൾ പറ. വാട്ട് ഈസ് എ ഇനീഷ്യൽ മൊമെൻറ്റം ഓഫ് മോളിക്യൂൾ? ഇനീഷ്യൽ മൊമെൻറ്റം എത്ര വരും? മാസ് ഇൻറ്റു വെലോസിറ്റി. പറ. mvx എന്നാണ്. mvx. ഓക്കെ. സ്മോൾ m vx. അടുത്ത് അവിടെ പോയി ഈ ABCD എന്ന് പറയുന്ന വോളിൽ പോയി ഇടിച്ചിട്ട് ആ മോളിക്യൂൾ തിരിച്ചു വരും. അപ്പോൾ വാട്ട് ഈസ് എ ഫൈനൽ മൊമെൻറ്റം? പറ. വാട്ട് ഈസ് എ ഫൈനൽ മൊമെൻറ്റം? പറഞ്ഞോ. അതേ വെലോസിറ്റിയിലായിരിക്കും തിരിച്ചു വരിക.
അതെന്താ അങ്ങനെ അതേ വെലോസിറ്റിയിൽ തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞത്? നോക്ക്, കൊളീഷൻ എല്ലാം എലാസ്റ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഉള്ള മൊമെൻറ്റം mvx ആണെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഉള്ള മൊമെൻറ്റവും mvx ആയിരിക്കണം. ലോകത്തുള്ള എല്ലാ കൊളീഷനിലും എന്ത് കൺസർവ്ഡ് ആണ്? മൊമെൻറ്റം കൺസർവ്ഡ് ആണ്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഉള്ള മൊമെൻറ്റം mvx ആണെങ്കിൽ തിരിച്ചു വരുമ്പോഴും mvx ആണ്. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ മാത്രം മാറ്റാം. അപ്പോൾ അതുകൊണ്ട് എന്തെന്ന് എഴുതും? ഫൈനൽ മൊമെൻറ്റം മൈനസ് mvx എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ചേഞ്ച് ഓഫ് മൊമെൻറ്റം? ചേഞ്ച് ഓഫ് മൊമെൻറ്റം എത്രയായിരിക്കും? ഫൈനൽ മൊമെൻറ്റത്തിൽ നിന്ന് ഇനിഷ്യൽ മൊമെൻറ്റം മൈനസ് ചെയ്യുക. അപ്പം മൈനസ് mvx മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം ആണല്ലോ. അപ്പോൾ -2 mvx എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ മൊമെൻറ്റം ഇമ്പാർട്ടഡ് ഓൺ വോൾ? വോളിൽ കിട്ടിയത് എത്രയായിരിക്കും? വോളിൽ എത്ര മൊമെൻറ്റം കിട്ടിക്കാണും? അതെന്ന് പറയുന്നത് 2 mvx ആയിരിക്കും. സംശയമുണ്ടോ? അപ്പോൾ എന്താണ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കണ്ടുപിടിച്ചു, -2 mvx. അപ്പോൾ വാട്ട് ഈസ് എ മൊമെൻറ്റം ഇമ്പാർട്ടഡ് ഓൺ വോൾ? 2 mvx എന്നാണ്. ഇനി നമ്മൾ ഈ മോളിക്യൂൾ, ഞാനിപ്പോൾ കൺസിഡർ ചെയ്ത ഈ മോളിക്യൂൾ ഡെൽറ്റ ടി ടൈം കഴിയുമ്പോഴത്തേക്ക് എവിടെ പോയി ഇടിക്കും? ABCD എന്ന് പറയുന്ന വോളിൽ പോയി ഇടിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ മോളിക്യൂൾ തൊട്ട് ഈ വോൾ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അപ്പോൾ ഡിസ്റ്റൻസ് ടു വോൾ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നാണ് അല്ലേ? ഇവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ vx ആണ്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ d എന്ന് വിളിക്കുന്നു. ഇനി ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആൻസർ എത്ര? vx ഡെൽറ്റ ടി എന്നാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ടു ദ വോൾ എന്ന് പറയുന്നത് vx ഡെൽറ്റ ടി ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ മോളിക്യൂൾസിനെ എടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള മോളിക്യൂൾസിനെ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇങ്ങനെയുള്ള എല്ലാ മോളിക്യൂളും ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ? ഇങ്ങനെയുള്ള മോളിക്യൂൾസ് എല്ലാം ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ? ഇവിടെ നിറഞ്ഞ് നിൽക്കുകയാണ്. കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ എല്ലാ മോളിക്യൂളും ഈ വോളിൽ നിന്ന് എത്ര ദൂരെയാണ്? ഈ എല്ലാ മോളിക്യൂളും വോളിൽ നിന്ന് എത്ര ദൂരെയാണ്? vx ഡെൽറ്റ ടി ഡിസ്റ്റൻസിലാണ്. ഓക്കെ, അപ്പോൾ vx ഡെൽറ്റ ടി ഡിസ്റ്റൻസിലുള്ള എല്ലാ മോളിക്യൂൾസിനെയും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം ഇതിൻ്റെ ആൻസർ പറയണം. ഈ മോളിക്യൂൾസ് എത്ര വോളിയം ഓക്കുപ്പൈ ചെയ്യും? വോളിയം ഓക്കുപ്പൈഡ് ബൈ ദീസ് മോളിക്യൂൾസ്. വോളിയം ഓക്കുപ്പൈഡ് എങ്ങനെ കണ്ടുപിടിക്കും? വോളിയം കണ്ടുപിടിക്കാൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നല്ലേ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഏതാണ്ട് ഞാൻ കാണിക്കുന്ന നോക്ക്, ഇത്രയാണ് ഇവിടുത്തെ ബേസ് ഏരിയ. ബേസ് ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫേസിൻ്റെ ഏരിയയാണ്. അത് 1 മീറ്റർ സ്ക്വയർ ആണ്. ഒരു സൈഡ് 1 മീറ്റർ ആണ്. അപ്പോൾ ഒരു സൈഡ് ഇപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആണ്. അതിനെ എ എന്ന് വിളിക്കാം. അപ്പോൾ എ എന്ന് വിളിക്കാം. അത് 1 മീറ്റർ സ്ക്വയർ ആണ്. ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് vx ഡെൽറ്റ ടി ആണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. പ്രിസത്തിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കും? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇത്രയും ഏരിയയിൽ മോളിക്യൂൾസ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? vx ഡെൽറ്റ ടി ആണ്. അങ്ങനെയാണെങ്കിൽ അത്രയും സ്ഥലത്തെ വോളിയം എന്ന് പറയുന്നത് vx ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ? അപ്പോൾ ബേസ് ഏരിയ എ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് vx ഡെൽറ്റ ടി ആണ്. ഇത്രയും മനസ്സിലായോ? ഇത്രയും വോളിയത്തിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? നിങ്ങൾ പറ. നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര കാണും? ഇത്രയും വോളിയത്തിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? യൂണിറ്റ് വോളിയത്തിൽ 1 മീറ്റർ ക്യൂബിൽ n മോളിക്യൂൾസ് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണ്. പെട്ടിയുടെ വോളിയം എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബാണ്. അതിനകത്ത് n മോളിക്യൂൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വോളിയത്തിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? അതിനെ n കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ vx ഡെൽറ്റ ടിയെ n കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇത്രയും മോളിക്യൂൾസ് എവിടെ പോയി ഇടിക്കും? ABCD എന്ന് പറയുന്ന വോളിൽ ഡെൽറ്റ ടി ടൈം കഴിയുമ്പോൾ പോയി ഇടിക്കും. ഓക്കെ, ഇത്രയും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, മനസ്സിലാവണതായാൽ മതി. നിങ്ങൾ ടെൻഷൻ പിടിക്കാതിരുന്നാൽ മതി. ഓക്കെ, ഇതിനകത്ത് ചെറിയ ഉടായ്പകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ വളരെ അങ്ങ് നിർത്തി ചോദിച്ചാൽ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചൊറിയും. കാരണം എന്താണ്? നിങ്ങൾക്ക് സംശയം ഉദിച്ചു വരും. കാരണം ഇത് അങ്ങനെയൊക്കെ ഒരു ചെറിയ അസംഷനൊക്കെ നടത്തി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്താലേ ഇത് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആവശ്യമില്ലാതെ കാട് കയറി ചിന്തിക്കാൻ പോണ്ട. അപ്പോൾ എന്താണ്? അപ്പോൾ എത്ര മോളിക്യൂൾസ് ഉണ്ട് നമ്മുടെ കസ്റ്റഡിയിൽ? ഇപ്പോൾ vx ഡെൽറ്റ ടി n മോളിക്യൂൾസ് ഉണ്ട്. ഇവന്മാരെല്ലാം എത്ര ടൈം കഴിയുമ്പോൾ ഈ ABCD എന്ന് പറഞ്ഞാൽ വോളിൽ പോയി ഇടിക്കും? ഡെൽറ്റ ടി ടൈം കഴിയുമ്പോൾ. ഓക്കെ ആണേ. ഇനി ഒരു മോളിക്യൂൾ വോളിൽ കൊടുക്കുന്ന മൊമെൻറ്റം എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 mvx ആണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും മോളിക്യൂൾസ് കൂടെ എത്ര മൊമെൻറ്റം ഇമ്പാർട്ട് ചെയ്യും? പറ. ടോട്ടൽ മൊമെൻറ്റം ഇമ്പാർട്ടഡ് ഓൺ വോൾ. ഈ വോളിൽ എത്ര മൊമെൻറ്റം ഇമ്പാർട്ട് ചെയ്യും? പറ. vx ഡെൽറ്റ ടി എന്നിനെ
എത്ര ഒരെണ്ണം കൊടുക്കുന്ന മൊമെൻറ്റം 2mvx ആണ്. അപ്പോൾ 2mvx കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ മൊമെൻറ്റം ഇമ്പാർട്ടൻ്റ് കിട്ടും. ശരി തന്നെ. അപ്പോൾ ഇത്രയും മോളിക്യൂൾസും കൂടെ നോക്കൂ ഈ വോളിൽ പോയി ഇടിക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയും പേരും കൂടെ വോളിൽ ഇത്രയും മൊമെൻറ്റം ഇമ്പാർട്ട് ചെയ്യണം. ശരിയാണല്ലോ. ഇനി അടുത്തത് ഞാൻ ഒരു കാര്യം പറയാം. ഇതിനകത്തൊരു കാര്യം പറഞ്ഞിട്ട് അതിലേക്ക് വരാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദിസ് വോളിയം മാത്രമേ ഞാൻ ഇപ്പോൾ പറഞ്ഞുള്ളൂ. ഈ മോളിക്യൂൾസ് എല്ലാം കൂടെ ഞെരുങ്ങിയിരിക്കുകയാണെന്ന് വെച്ചോ. യവന്മാരെല്ലാം കൂടെ ABCD എന്ന് പറയുന്ന വോളിൽ പോയി ഇടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ നല്ല പാടാണ്. ടൈറ്റായിട്ടേ വരാൻ പറ്റൂ. അപ്പം നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്യുക, ഇത്രയും മോളിക്യൂൾസ് ഇവിടെ ഇരിക്കുന്നതിൽ പകുതി എണ്ണം അങ്ങോട്ട് മൂവ് ചെയ്യുന്നു, വോളിലോട്ട് മൂവ് ചെയ്യുന്നു, പകുതി എണ്ണം അവിടെ നിന്ന് തിരിച്ചു വരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹിറ്റിംഗ് വോൾ എത്രയാണ്? അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹിറ്റിംഗ് വാൾ ഞാനിവിടെ എഴുതാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹിറ്റിംഗ് വോൾ, വോളിൽ ഇടിക്കുന്നത് എത്രയാണ്? ഹിറ്റിംഗ് വോൾ, വോളിൽ ഇടിക്കുന്ന മോളിക്യൂളിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ എണ്ണത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ ഹാഫ് ഓഫ് AVX ഡെൽറ്റ ടി എന്നാണ് വോളിൽ പോയി ഇടിക്കുന്നത് അല്ലേ. ഒരെണ്ണം കൊടുക്കുന്ന മൊമെൻറ്റമാണ് 2mvx. അങ്ങനെയാണെങ്കിൽ ഇത്രയും എണ്ണം കൊടുക്കുന്ന മൊമെൻറ്റം കാണാൻ ഇതിനെ 2mvx കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ഇമ്പാർട്ടഡ് ഓൺ വോൾ ബൈ മോളിക്യൂൾസ് എത്രയാണ്? അതായപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, പേടിക്കാൻ വേണ്ടിയുണ്ടോ? അപ്പോൾ ഞാൻ എന്താണ് ചെയ്തത്? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അറിയാം, അതിൻ്റെ പകുതി എണ്ണം വോളിലോട്ട് മൂവ് ചെയ്യുന്നു, പകുതി എണ്ണം തിരിച്ച് സഞ്ചരിക്കുന്നു. എന്നാലേ നമുക്ക് ആ ഏരിയ അത്രയും വോളിയം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അല്ലാതെ ഇങ്ങനെ പോയി ഇങ്ങനെ തിരിച്ചു വരുന്നു എന്ന് എടുക്കുന്നത് തെറ്റാണ്. അപ്പോൾ നമ്മളെന്താണ്, അങ്ങോട്ട് പോകുന്ന മൊത്തം ആ വോളിയത്തിലുള്ള മൊത്തം മോളിക്യൂൾസിൻ്റെ പകുതി എണ്ണം വോളിലേക്കും പകുതി എണ്ണം തിരിച്ചും വരുന്നതായിട്ട് അസ്യൂം ചെയ്യുക. കാരണം നമ്മൾ ഈ കൊളിഷൻ ചടപടാ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ മൂവ് ചെയ്യാൻ സ്പേസ് വേണ്ടേ. അപ്പോൾ പകുതി എണ്ണം അങ്ങോട്ട് പോകുന്നു, പകുതി എണ്ണം തിരിച്ചു വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ വോളിലോട്ട് പോകുന്ന എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. ഒരെണ്ണം കൊടുക്കുന്ന മൊമെൻറ്റം എന്ന് പറയുന്നത് 2mvx ആണ്. അപ്പോൾ ഇത്ര എണ്ണം കൊടുക്കുന്ന മൊമെൻറ്റം കാണാൻ അതിന് 2mvx കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ഇമ്പാർട്ടഡ് ഓൺ വോൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നിങ്ങൾ പറയുക, അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓൺ വോൾ, ഫോഴ്സ് ഓൺ വോൾ എങ്ങനെ കണ്ടുപിടിക്കും? ഫോഴ്സ് ഓൺ വോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണെന്ന് നമുക്ക് പണ്ടേ അറിയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അപ്പോൾ ഇതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? ഹാഫ് AVX ഡെൽറ്റ ടി എൻ 2mvxനെ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ ടി കട്ടായി പോവേ. അപ്പോൾ ഫോഴ്സ് ഓൺ വോൾ കിട്ടി. ശരിയല്ലേ? ഫോഴ്സ് ഓൺ വോൾ കിട്ടിയാൽ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും? പ്രഷർ ഓൺ വോൾ പറ. പ്രഷർ കണ്ടുപിടിക്കാൻ ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. ഇതിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഞാൻ ഡയറക്റ്റായിട്ട് അങ്ങ് ചെയ്തോട്ടെ. അപ്പോൾ ഇതിനകത്ത് ഏരിയയുടെ ടേം അങ്ങ് പോകും. അപ്പോൾ എന്തായി? ഹാഫായി. ബാക്കി VXും കൂടെ VX സ്ക്വയറായി. അടുത്ത N അവിടെ ഉണ്ട്. ഇനി അടുത്ത 2m അവിടെ ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ തന്നെ പറയൂ. 2 × 2 വെട്ടി. അപ്പോൾ പ്രഷറിൻ്റെ ആൻസർ കിട്ടി. എന്താണ്? VX സ്ക്വയർ MN എന്നാണ് എനിക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ VX സ്ക്വയർ, ഇവിടെ ഒരു A ഇവിടെ ഉണ്ടായിരുന്നല്ലോ മക്കളെ. A നമ്മൾ വെട്ടിപ്പോയി. ഓക്കെ, MN VX സ്ക്വയർ, ഇതാണ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ പ്രഷർ കിട്ടി. ഇനി നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരു അസംഷൻ എടുക്കുന്നു. N മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ, ഓക്കെ, N മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ 1/3 X ഡയറക്ഷനിലും 1/3 Y ഡയറക്ഷനിലും 1/3 Z ഡയറക്ഷനിലും സഞ്ചരിക്കുന്നു എന്നൊരു അസംഷൻ കൂടെ കൺസിഡർ ചെയ്യുക. മോളിക്യൂൾസ് സ്പേസിൽ കൂടെ അല്ലേ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ മോളിക്യൂൾസ് N മോളിക്യൂൾസ് മൊത്തത്തിലുണ്ടെങ്കിൽ അതിൻ്റെ 1/3 X ഡയറക്ഷനിലും 1/3 Y ഡയറക്ഷനിലും 1/3 Z ഡയറക്ഷനിലുമാണെന്ന് അസ്യൂം ചെയ്താൽ നമ്മളിവിടെ ഇതിനകത്ത് ഈ VX സ്ക്വയർ എന്ന് പറയുന്ന ടേമിനെ നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്തിട്ട് V ബാർ സ്ക്വയർ ബൈ 3 എന്നെടുക്കേണ്ടി വരും. MN അതുപോലെ എഴുതി. ഓക്കെ, അപ്പോൾ എന്താണ് ഈ 3 എവിടെ നിന്നാണ് വന്നത്? 3 ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഡയറക്ഷനിലുള്ളത് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് 1/3 വരും. ഓക്കെ, അപ്പോൾ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇങ്ങനെ മോഡിഫൈഡ് ആകും. അലിമ്പാണ്, ഡെറിവേഷൻ അലിമ്പാണ്. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല, പഠിച്ചല്ലേ പറ്റൂ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം എന്നാണ്. ഓക്കെ, ഇവിടുത്തെ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? മൊത്തത്തിൽ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? ഒരുത്തൻ്റെ മാസ് സ്മോൾ m. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? n എണ്ണം ഉണ്ട്. അപ്പോൾ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് mn ആണ്. ഇനി ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. 1 മീറ്റർ ക്യൂബാണ്. അപ്പോൾ ഡെൻസിറ്റിയുടെ ആൻസർ mn എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഇനിയും മോഡിഫൈ ചെയ്യാമല്ലോ. പ്രഷർ ഈസ് ഈക്വൽ ടു പറ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ആൻസറിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുമോ നോക്ക്. mnന് പകരം നമുക്ക് എന്തെഴുതാം, വി എന്നെഴുതാം. അപ്പോൾ നമുക്ക് പ്രഷർ ഈസ് ഈക്വൽ ടു പറ വി ബാർ സ്ക്വയർ ബൈ 3 mnന് പകരം റോ എന്നെഴുതാം. mnന് പകരം റോ എന്നെഴുതാം. അപ്പോൾ നമ്മുടെ ആൻസറായി പ്രഷർ ഈസ് ഈക്വൽ ടു 1/3 റോ വി ബാർ സ്ക്വയർ എന്നാണ്. ഓക്കെ, ഇതിനകത്ത് വി ബാർ എന്ന് പറയുന്നത് എന്താണ്? വി ബാർ എന്ന് പറയുന്നത് വി ബാർ സ്ക്വയർ എന്ന് പറയുന്നത് RMS വെലോസിറ്റിയാണ്. എന്താണ് RMS വെലോസിറ്റിയാണ്? എന്താണ് മീൻ സ്ക്വയർ വെലോസിറ്റിയാണ്. RMS വെലോസിറ്റി അല്ല, മീൻ ബാർ കണ്ടാൽ എന്താണ് ആവറേജ് അല്ലേ, മീൻ അല്ലേ. ഇപ്പം മീൻ വെലോസിറ്റിയാണ് മീൻ വെലോസിറ്റിയുടെ സ്ക്വയർ. ഓക്കെ, അപ്പം മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് പറയും. എന്താണ് പറയുക? വി ബാർ സ്ക്വയറിൻ്റെ പേരെന്താണ്? മീൻ സ്ക്വയർ വെലോസിറ്റി. അലുമ്പാണെങ്കിൽ നമ്മൾ പഠിച്ചേ പറ്റൂ. നിങ്ങൾക്ക് മനസ്സിലായത് ആയാൽ മതി. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന സാധനം പെട്ടെന്നൊന്ന് നിങ്ങൾക്ക് നോക്കി എടുക്കാൻ പറ്റുമെങ്കിൽ പെട്ടെന്നൊന്ന് നോക്കുക. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയും, ഒരുപാട് പറഞ്ഞതിനെ അലുമ്പാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം നിങ്ങളിത് ഈ ഞാൻ എഴുതിയതിനെ മൊത്തത്തിലൊന്ന് ചുമ്മാ അതൊന്ന് നോക്കുക. നോക്കിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. പെട്ടെന്ന് നോക്കുക. ഞാൻ ഒരു മിനിറ്റ് ഞാൻ തരാം. പെട്ടെന്ന് നോക്കിക്കോളൂ, പെട്ടെന്ന് നോക്ക്. സ്റ്റെപ്പുകൾ നിങ്ങൾ പെട്ടെന്ന് നോക്ക്. എഴുതണ്ട, നിങ്ങളൊന്നും എഴുതണ്ട. ഇപ്പോൾ അടുത്ത പ്രാവശ്യം പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഞാൻ ഓരോ സ്റ്റെപ്പ് എഴുതുമ്പോൾ നിങ്ങൾ കൂടെ എഴുതി അതിൻ്റെ ആൻസർ എഴുതി വന്നാൽ നല്ല സുഖമായിരിക്കും. ഇതങ്ങ് കഴിഞ്ഞാൽ ഇനിയുള്ളത് നല്ല സ്മൂത്തായിട്ട് പോകും. ഓക്കെ, നല്ല സുഖമുള്ള ടോപ്പിക്കാണ്. ഇത് മാത്രമേ ഒരു അലുമ്പുള്ളൂ. പക്ഷേ ഇത് നല്ല ക്വസ്റ്റനാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റനാണ്. പലർക്കും പരീക്ഷയ്ക്ക് ചോദിച്ച് കാണും അല്ലേ? ഓക്കെ, ഞാൻ എറൈസ് ചെയ്യട്ടെ. എല്ലാം എറൈസ് ചെയ്ത് കളയാം. എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ഇതാണ്: obtain pressure exerted by a gas. ഒരു ഗ്യാസ് കൊടുക്കുന്ന പ്രഷർ കണ്ടുപിടിക്കണം. ഓക്കെ, സി ദ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഇൻ റാൻഡം മോഷൻ. They collide against each other and also with the walls of container. The collision with the walls of container is the reason for pressure exerted by a gas. So you consider a gas taken in a cubical vessel like this. So this is a cubical vessel of side 1 meter. So this is a cubical vessel of side 1 meter. So its volume will be 1 meter cube. It contains n molecules. Okay, mass of one molecule is taken as a small m. This is doubt onnuilla. You consider one molecule here. Okay, you can see one molecule. Okay, then you see A, B, C, D is the name of this wall. Its area is 1 meter square. Okay, so it is taken as capital A. Shall I? Okay, now you consider your molecule. Suppose it is moving along x direction. So what is its initial momentum? Kuda ezhudikko. So what is the initial momentum? Paranjo, what is the initial momentum? Mass into velocity. Mass endana small m, velocity endana vx. Okay, then so it will hit against the wall and return back. Okay, for any collision momentum is conserved. So final momentum is also the same one. So what is the final momentum? Para final momentum is also the same value but in the opposite direction, so negative. Okay, then what is the change of momentum? Para change of momentum. Change of momentum kanan final momentum minus initial momentum. Para minus mvx minus mvx. So your answer is etra minus 2 mvx. Okay, ഇത്രയായി. Then അടുത്ത എന്താണ് ഞാൻ പറഞ്ഞത്? മൊമെൻറ്റം ഇമ്പാർട്ടഡ് ഓൺ വോൾ. മൊമെൻറ്റം ഇമ്പാർട്ടഡ് ഓൺ വോൾ. വോളിൽ എത്ര മൊമെൻറ്റം കൊടുക്കും? പറ.
ഇങ്ങനെ കണ്ടുപിടിക്കും +2 mvx. ഇതിനകത്തൊന്നും ഡൗട്ടില്ല. ഇനി അടുത്ത് ഞാൻ പറഞ്ഞ എന്താണ്, ഡിസ്റ്റൻസ് ടു ദ വാൾ, ആ വോളിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? മോളിക്യൂൾ തൊട്ട് വോൾ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? വെലോസിറ്റി കാണാൻ ഇക്വേഷൻ അറിയാൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ എന്താ വഴി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി എത്ര? vx ഇൻറ്റു ടൈം എത്ര? ഡെൽറ്റ ടി. ഓക്കെ, മീൻസ് that molecule will hit against the wall in delta t time. So distance to the wall is etra? Vx delta t. Okay, so you consider all such molecules. Okay, you consider all such molecules. Okay, so which can hit against the wall in delta t time. Okay, okay, then how many what is the volume occupied by these molecules? Volume occupied by these molecules. Volume എങ്ങനെ കാണും? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇവിടുത്തെ ബേസ് ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണ്, അതിനെ ഞാൻ എ എന്ന് വിളിച്ചു. ഇൻറ്റു ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, vx ഡെൽറ്റ ടി. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും ആണ് ഇവിടുത്തെ വോളിയം. ഓക്കെ, ഇനി എന്താണ് ഞാൻ പറഞ്ഞത്? യൂണിറ്റ് വോളിയം കണ്ടെയ്ൻസ് n മോളിക്യൂൾസ്. സോ ദീസ് മെനി വോളിയം കണ്ടെയ്ൻസ്, ദീസ് മച്ച് വോളിയം കണ്ടെയ്ൻസ് ദാറ്റ് ഇൻറ്റു n. സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദിസ് വോളിയം പറ. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദിസ് വോളിയം എങ്ങനെ കണ്ടുപിടിക്കും പറ. നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ യൂണിറ്റ് വോളിയം കണ്ടെയ്ൻസ് n മോളിക്യൂൾസ്. 1 മീറ്റർ ക്യൂബ് കണ്ടെയ്ൻസ് n മോളിക്യൂൾസ്. സോ ദീസ് മച്ച് വോളിയം കണ്ടെയ്ൻസ് ദാറ്റ് ഇൻറ്റു n. സോ a vx delta t into n. These many molecules are there. Okay, then what is the mass of one molecule? m. So what is the total mass? പറ. What is the mass? അത് നമുക്ക് അവിടെ ആവശ്യം ഉണ്ടായിരുന്നോ? മാസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ എഴുതി. ഓക്കെ, ഇനി എന്താണ് വേണ്ടത്? നമ്പർ മതി, മാസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ദീസ് മെനി മോളിക്യൂൾസ് ആർ ഇൻ ദിസ് വോളിയം. ഓക്കെ, ദെൻ ഇത്രയും മോളിക്യൂൾസ് ഉണ്ട്. എമംഗ് ദീസ്, see, suppose that half of these are moving towards the wall and half are coming back. See, number of molecules hitting wall. Number of molecules hitting wall. വോളിൽ ചെന്ന് ഹിറ്റ് ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ പകുതി, ഹാഫ് എ വി എക്സ് ഡെൽറ്റ ടി എൻ. ഇത്രയും മനസ്സിലായോ? ഇനി ഒരു മോളിക്യൂൾ കൊടുക്കുന്ന മൊമെൻറ്റം എത്ര? 2 mvx. സോ ഇത്രയും മോളിക്യൂൾ ഉയർന്ന് കൊടുക്കുന്ന മൊമെൻറ്റം എത്ര? അതിനെ 2 mvx കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ മൊമെൻറ്റം ഇമ്പാർട്ടഡ് ഓൺ വോൾ. ഇത്ര ടോട്ടൽ മൊമെൻറ്റം ഇമ്പാർട്ടഡ് ഓൺ വോൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനെ നമ്മുടെ ഹാഫ് എ വി എക്സ് ഡെൽറ്റ ടി എന്നിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? ഒരെണ്ണം കൊടുക്കുന്ന മൊമെൻറ്റം കൊണ്ട് 2 mvx കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇതിൽ 2 കട്ടായിപ്പോയി. ഓക്കെ, ബാക്കി ആൻസർ എഴുതാൻ അറിയാം. അപ്പോൾ ഇതാണ് ടോട്ടൽ മൊമെൻറ്റം ഇമ്പാർട്ടഡ് ഓൺ വോൾ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? പറയും. ഫോഴ്സ് കാണാൻ എന്താ വഴി? ഫോഴ്സ് കാണാൻ എന്താ വഴി? നിങ്ങൾ തന്നെ പറ. ഫോഴ്സ് കാണാൻ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ ഇതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും? ഡെൽറ്റ ടി എം ടൈം. അപ്പോൾ എ വി എക്സ് എൻ എം വി എക്സ് എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് അറിയാമെങ്കിൽ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും? പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഇതിനകത്ത് ഏരിയ അങ്ങ് കട്ട് ചെയ്യുക. അപ്പോൾ എന്തായി? വി എക്സ് എൻ എം വി എക്സ് എന്ന് വരും. ഓക്കെ, ഇതാണ് പ്രഷർ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊന്നും കൂടെ ആഡംബരത്തിൽ എഴുതിയാൽ പ്രഷർ ഈസ് ഈക്വൽ ടു എം എൻ വി എക്സ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇതാണ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി എന്താണ് നമ്മുടെ അസംഷൻ? സി മോളിക്യൂൾസ് സ്പേസ് വഴിയാണ് മൂവ് ചെയ്യുന്നത്. വി അസ്യൂം ദാറ്റ് (1/3) of these are moving along x direction, 1/3 are moving along y direction, 1/3 are moving along z direction ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രഷർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എടുക്കേണ്ടി വരും? എം എൻ അതുപോലെ എഴുതിയിട്ട് വി എക്സ് സ്ക്വയറിനെ റീപ്ലേസ് ചെയ്തിട്ട് വി ബാർ സ്ക്വയർ ബൈ 3 എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, ഇതിനകത്ത് എന്താണ് വി ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ? വി ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മീൻ സ്ക്വയർ വെലോസിറ്റിയാണ്. എന്താണ്? മീൻ സ്ക്വയർ വെലോസിറ്റിയാണ്. ഓക്കെ, ഇങ്ങനെ എഴുതേണ്ടി വരും. ഇനി അടുത്ത ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയമാണ്. ഇവിടുത്തെ ടോട്ടൽ മാസ് പറയണം. ഒരെണ്ണത്തിൻ്റെ മാസ് എം ആണ്. എൻ എണ്ണം ഉണ്ട്. യൂണിറ്റ് വോളിയത്തിൽ എൻ എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എം എൻ ആണ്. ഡിവൈഡഡ് ബൈ ഇവിടുത്തെ വോളിയം എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ആൻസർ എന്താണ്? എം എൻ എന്നാണ് ഡെൻസിറ്റിയുടെ ആൻസർ. അപ്പോൾ ഈ ഇക്വേഷനിൽ എം എന്നിൻ്റെ സ്ഥലത്ത് നമ്മൾ റോ എന്നിടാം. അപ്പോൾ എന്തായി? പ്രഷർ ഈസ് ഈക്വൽ ടു പറഞ്ഞു റോ ഇട്ടു വി ബാർ സ്ക്വയർ ബൈ 3 എന്നായി.
അപ്പോൾ ആൻസർ ആയി പ്രഷർ ഈസ് ഈക്വൽ ടു 1/3 റോ വി ബാർ സ്ക്വയർ. പഠിച്ചു വയ്ക്കണം. അപ്പോൾ ദിസ് ഈസ് എ പ്രഷർ എക്സർട്ടഡ് ബൈ എ ഗ്യാസ്. അപ്പോൾ വാട്ട് ഈസ് എ പ്രഷർ എക്സർട്ടഡ് ബൈ എ ഗ്യാസ് ഓൺ വാൾസ് ഓഫ് കണ്ടെയ്നർ? 1/3 റോ വി ബാർ സ്ക്വയർ. അപ്പോൾ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക, എഴുതി പഠിക്കുക 2 പ്രാവശ്യം. ഓക്കെ, ഹാപ്പി ആണോ? അത്രയ്ക്കും അങ്ങോട്ട് ഹാപ്പി ആവില്ല, എനിക്കറിയാം, ഇത് അത്ര സുഖമല്ലെന്ന്. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റുകളെല്ലാം മനസ്സിൽ വന്നില്ലെങ്കിൽ ഇക്വേഷൻ തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ എന്തായാലും 1-2 പ്രാവശ്യം എഴുതി പഠിച്ചാൽ അത് മനസ്സിലിരിക്കുന്നുള്ളൂ. ഓക്കെ, അടുത്തതിലേക്ക് പോവാണ്. അടുത്ത സാധനം, അടുത്ത നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയുള്ളതൊന്നും പ്രശ്നമില്ല കേട്ടോ. അതാ ഞാൻ റിലേഷൻ ബിറ്റ്വീൻ കണക്റ്റിംഗ് കൈനറ്റിക് എനർജി ആൻഡ് ടെമ്പറേച്ചർ. കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും കണക്ട് ചെയ്യുന്ന റിലേഷൻ പറയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ പറഞ്ഞേ? പ്രഷർ ഈസ് ഈക്വൽ ടു 1/3 റോ വി ബാർ സ്ക്വയർ എന്നല്ലേ. ഇനി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം അല്ലേ. അപ്പോൾ ഇതിനകത്ത് പ്രഷർ ഈസ് ഈക്വൽ ടു 1/3 എഴുതി, ഒരുപാടുമില്ല. ഡെൻസിറ്റിക്ക് വരാൻ മാസ് ബൈ വോളിയം. ഇതിനകത്ത് ഇനി അങ്ങോട്ട് ഉടായ്പൊന്നുമില്ല, വി ബാർ സ്ക്വയർ എന്നാണ്. ഈ വിയെ കൂടെ കയറ്റി ഇവിടെ വയ്ക്കുക. അപ്പോൾ എന്തായി? പി വി ഈക്വൽ ടു 1/3 എം വി ബാർ സ്ക്വയർ എന്നാണ്. ഓക്കെ, ഇനി എന്താണ് വേണ്ടത്? പി വി ഈക്വൽ ടു എൻ ആർ ടി എന്ന് നമുക്കറിയാം. ഫോർ 1 മോൾ ആണെങ്കിൽ, 1 മോൾ സാധനമാണെങ്കിൽ പുട്ട് എൻ ഈസ് ഈക്വൽ ടു 1, എന്നിന് വരെ 1 കൊടുക്കുക. അപ്പോൾ പി വി ഈക്വൽ ടു ആർ ടി എന്നായില്ലേ. അപ്പോൾ ഈ ഇക്വേഷനിൽ പി വിക്ക് വരെ ആർ ടി കൊടുത്താൽ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലല്ലേ ഏതാണ്ട് ഇതിൽ, അപ്പോൾ ആർ ടി ഈസ് ഈക്വൽ ടു പറ 1/3 എം വി ബാർ സ്ക്വയർ എന്നെഴുതാം. ഈ 3 ഇങ്ങ് കയറ്റി എഴുതാം. അപ്പോൾ എന്തായി? 3RT ഈസ് ഈക്വൽ ടു പറ 3RT ഈസ് ഈക്വൽ ടു എം വി ബാർ സ്ക്വയർ എന്നെഴുതി അല്ലേ. ഇനി 2 സൈഡിൽ ഹാഫ് കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ എന്തായി? 3RT ഇൻറ്റു ഹാഫ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ ആണോ? എം വി ബാർ സ്ക്വയർ. അപ്പോൾ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. എന്താണ് നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു? ഹാഫ് എം വി ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3/2 RT എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കണ്ടോ എന്താണ് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത്? കൈനറ്റിക് എനർജി ഓഫ് എന്താണ്? 1 മോൾ. കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ. 1 മോൾ ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഈക്വൽ ടു, കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 3/2 RT എന്നാണ്. ചത്തുപോയാലും ആൻസർ മറന്നു വരുത്. ഓക്കെ, അപ്പോൾ എന്താണ്? അപ്പോൾ ആൻസർ എന്താണ്? നമുക്ക് അടുത്ത വർഷം കൂടെ ഇത് ആവശ്യമുള്ളതാണ്. കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. ഈക്വൽ ടു 3/2 RT എന്നാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു കാര്യം കൂടെ വേണമെങ്കിൽ ചെയ്യാം. ഇതിനകത്തുനിന്ന് വെലോസിറ്റി കൂടെ കണ്ടുപിടിക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് ഇതിനകത്തുനിന്ന് ഈ വെലോസിറ്റി ഇട്ടാൽ മാത്രം ഇവിടെ ഇടാം. ഈ 2നെ കയറ്റി ഇവിടെ വയ്ക്കാം, എമ്മിനെ കയറ്റി ഇവിടെ വയ്ക്കാം. അപ്പോൾ എന്തായി? പെട്ടെന്ന് പറ. അപ്പോൾ വി ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയണേ, ഇതാ 3/2 RT അവിടെ ഉണ്ട്. ആ എം ഇവിടെ വരും. ഓക്കെ, എം ഇവിടെ വരും. ആ 2 മണ്ടേ പോവും. ഓക്കെ, ഇത് രണ്ടും കട്ടായി പോയി. അപ്പോൾ വി ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? 3RT/m എന്നാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് നിന്ന് വി ബാർ എങ്ങനെ കണ്ടുപിടിക്കും? √3RT/m എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതും കാണാതെ പഠിക്കേണ്ട ഇക്വേഷനാണ്. RMS വെലോസിറ്റി. ഓക്കെ, അപ്പോൾ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി എന്താണ്? വി ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് വെലോസിറ്റി ചെയ്ത് വി ബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നേരത്തെ വി ബാർ സ്ക്വയർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താ പറഞ്ഞത്? മീൻ സ്ക്വയർ വെലോസിറ്റി. അപ്പം മീൻ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. √3RT/m എന്നാണ്. അപ്പോൾ ഈ 2 ഇക്വേഷനും നിങ്ങൾ ക്ലിയർ ആണേ? പ്രയാസം തോന്നിയോ? അപ്പോൾ 2 ഇക്വേഷനും നമുക്ക് ആവശ്യമുണ്ട് നെക്സ്റ്റ് ഇയറിലും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് പറയണം. അപ്പം ഞാൻ ഒന്നും കൂടെ കാണിക്കാം, ഒരുപാടുമില്ല, പെട്ടെന്ന് പറ. പെട്ടെന്ന് മാത്സ് അറിയാമെന്നുള്ളവർക്ക് മാത്സ് അറിയണ്ട, ഇത് കൊച്ചു പിള്ളേർ ചെയ്ത് നിങ്ങളെ എടുത്തിട്ട് അടിക്കും. നോക്ക്, പ്രഷർ എക്സർട്ടഡ് ബൈ എ ഗ്യാസ് കാണാനുള്ള ഇക്വേഷൻ പറ 1/3 റോ വി ബാർ സ്ക്വയർ എന്നാണ്. ഇനി ഡെൻസിറ്റിക്ക് വരെ നമ്മൾ എന്തെഴുതും? മാസ് ബൈ വോളിയം എന്നെഴുതും. ഓക്കെ, അപ്പോൾ പ്രഷർ ഈസ് ഈക്വൽ ടു 1/3 പറ മാസ് ബൈ വോളിയം വി ബാർ സ്ക്വയർ അതുപോലെ എഴുതി. അടുത്ത സ്റ്റെപ്പിൽ ഈ വി എവിടെ എഴുതി? അപ്പോൾ എന്തായി? പി വി ഈസ് ഈക്വൽ ടു 1/3 എം വി ബാർ സ്ക്വയർ എന്നെഴുതി. ഇനി പി വി എന്ന് പറഞ്ഞാൽ എന്താണ്? NRT ആണ്. ഫോർ 1 മോൾ ആകുമ്പോഴത്തേക്ക് n ഈക്വൽ ടു 1 ആണ്. അപ്പോൾ പി വി ഈക്വൽ ടു പറ RT എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷനകത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ RT ഈസ് ഈക്വൽ ടു 1/3 എം വി ബാർ സ്ക്വയർ എന്നാണ്.
ഈ 3 എവിടെ കയറ്റി എഴുതിയാൽ അപ്പോൾ എന്ത് വരും? എം വി ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3RT എന്നാണ്, ആണല്ലോ. ഇനി രണ്ട് സൈഡിൽ ഹാഫ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്തായി? 3RT/2 ഈസ് ഈക്വൽ ടു ഹാഫ് MV ബാർ സ്ക്വയർ എന്നായി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എഴുതിക്കുന്നത് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ഗ്യാസ് ഈസ് ഈക്വൽ ടു 3/2RT. എന്തെങ്കിലും പ്രയാസം തോന്നിയോ? പിന്നെ നമ്മുടെ ഈ ഇക്വേഷനെ ഒന്ന് തിരിച്ചെഴുതാം. എന്താണ്? ഹാഫ് MV ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3RT/2 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് ഈ 2നെ എവിടെ കയറ്റി എഴുതും? ഇനി എമ്മിനെ എവിടെയും കയറ്റി എഴുതുക. അപ്പോൾ എന്തായി? വി ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3/2RT അതുപോലെ എഴുതി. ഈ 2നെ ഇവിടെ കൊണ്ടുവന്ന് എഴുതി. ഇനി എം എവിടെയും വെച്ചു. ഓക്കെ, ഇത് രണ്ടും കട്ടായി. ബാക്കി വി ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായി? 3RT/m എന്നായി. അപ്പോൾ വി ബാറിൻ്റെ ആൻസർ എത്ര വരും? √3RT/m എന്നാണ്. കൂടെ എഴുതി വരുന്നുണ്ടല്ലോ, കഴിഞ്ഞു. എന്തെങ്കിലും കുഴപ്പം തോന്നിയാ? അടിപൊളിയല്ലേ? അപ്പോൾ ഇത് രണ്ട് ഇക്വേഷൻ ഓർത്ത് വെച്ചോണം. വെലോസിറ്റിയുടെ ആൻസർ വേണം, പിന്നെ കൈനറ്റിക് എനർജിയുടെ ആൻസർ വേണം. ഇപ്പോൾ രണ്ടും ബൈ ഹാർട്ട് ആയിരിക്കണം. അടുത്തതിലിട്ട് പോട്ടെ. ഓക്കെ, ഇനി അടുത്ത സംഗതിയാണ്. നമ്മളിപ്പോൾ ഒരു മോളിൻ്റെ കഥയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഒരു മോളിക്യൂളിൻ്റെ കാര്യം പറയാം. നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? ഹാഫ് MV ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3/2RT എന്നാണ് നമ്മളിപ്പോൾ പഠിച്ച റിലേഷൻ. ഇതെന്താണ്? ഒരു മോള് സാധനത്തിൻ്റെ കൈനറ്റിക് എനർജിയാണ് ഇപ്പോൾ എഴുതിയത്. ഇനി നിങ്ങൾക്ക് അറിയാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങളിവിടെ നോക്കൂ, ഒരു മോൾ സാധനം എടുത്തല്ലേ, 1 മോൾ സാധനം എടുത്താൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ n മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എമ്മിൻ്റെ ആൻസർ എത്ര വരും? ഒരു മോളിക്യൂളിൻ്റെ മാസ് സ്മോൾ m ആണ്. നമ്മുടെ കയ്യിൽ n മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് mn അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ എന്താണ് ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോളിക്യൂളിൻ്റെ മാസിനെ മോളിക്യൂൾസിൻ്റെ എണ്ണം കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ m ഇൻറ്റു n പറയുന്ന പേരാണ് ക്യാപിറ്റൽ M. അപ്പോൾ ആൻസർ എഴുതാം. പറ 1/2 എമ്മിന് പകരം mn എന്നെഴുതി. വി ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3/2RT എന്നെഴുതി. ഇതിനകത്ത് നിന്ന് ഈ n-നെ നമുക്ക് ഇവിടെ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഹാഫ് MV ബാർ സ്ക്വയർ, ലെറ്റേഴ്സ് മാറിപ്പോരുത്, ഹാഫ് MV ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3/2RT ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M എന്ന് വരും. സോറി, ക്യാപിറ്റൽ M അല്ല, n എന്ന് വരും. ഞാൻ റൈസ് ചെയ്യാം അതിനെ. ഓക്കെ, ഒന്നും കൂടെ ഞാൻ ഇവിടെ എഴുതുകയാണ്. നമ്മുടെ ഈ n-നെ താഴെ എടുത്ത് വെച്ചു. അപ്പോൾ എന്തായി? പെട്ടെന്ന് പറ. 3/2RT അവിടെ ഉണ്ട്, n ഇവിടെ താഴെ വരും. ഓക്കെ, ഇനി ഈ R/n എന്നുള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്. എന്താണ്? ചത്താലും മറന്നുകൂടാത്ത അടുത്ത ഇക്വേഷനാണ്. ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? R/n ആണ്. അപ്പോൾ ഹാഫ് MV ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3/2 എഴുതി. ഇതിന് പകരം ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് എന്ന് എഴുതി T. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജിയാണ്. എന്താണ്? ഒരു മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജിയാണ്, ആണല്ലോ. അപ്പോൾ നിങ്ങൾ നേരത്തെ എഴുതിയ എന്താണ്? ഒരു മോൾ സാധനത്തിൻ്റെ നമ്മൾ ആദ്യം എഴുതിയ എന്താണ്? മൊത്തത്തിലെ കൈനറ്റിക് എനർജിയാണ് അല്ലേ? അപ്പോൾ ഒരു മോൾ സാധനത്തിൻ്റെ കൈനറ്റിക് എനർജിയാണ്. അതും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T അല്ലേ? ആണ്. ഇപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി എടുത്തു, അതും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T അല്ലേ? ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നാണ് നമ്മുടെ ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ രണ്ടും കൂടെ ഇല്ലാതാക്കരുത്. ഞാൻ ഈ സ്ഥലം പറയാം. കണ്ട് ഇവിടെ നോക്ക്, ഈ ഇപ്പം ഞാൻ കാണിക്കുന്നത് എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ആണ്. അതിൻ്റെ ആൻസർ 3/2RT ആണ്. ഇപ്പോൾ എഴുതിക്കുന്നത് എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് 1 മോളിക്യൂൾ ആണ്. അതിൻ്റെ ആൻസർ എന്താണ്? 3/2kBT ആണ്. ഇതിനകത്ത് kBയുടെ പേരെന്താണ്? ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് കാണാതെ പഠിക്കണം. എത്ര? അതിൻ്റെ വാല്യൂ 1.38 × 10⁻⁻23 എന്നാണ്, ജൂൾ പെർ കെൽവിൻ. കാണാതെ പഠിച്ചു വെച്ചോണം. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കണം. ഇനി ഡയമെൻഷണൽ ഫോർമുല ഒപ്പിച്ചെടുക്കാൻ ഞാൻ പറയേണ്ട കാര്യമില്ല. ഇവിടെ ജൂൾ എന്ന് പറഞ്ഞാൽ വർക്ക്, അപ്പോൾ വർക്ക് ഡിവൈഡഡ് ബൈ K എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്. വർക്ക് ബൈ ടെമ്പറേച്ചർ നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് വർക്കിൻ്റെ അറിയാം, ടെമ്പറേച്ചറിൻ്റെ അറിയാം. റീഅറേഞ്ച് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡയമെൻഷണൽ ഫോർമുലയായി. ഇതൊക്കെ സ്ഥിരം എൻട്രൻസ് ക്വസ്റ്റിന് കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സ്ഥലം ഒന്നും കൂടെ പറയാണ് പെട്ടെന്ന്. So what are you going to get? You are going to get the kinetic energy of 1 molecule. See, we know kinetic energy of 1 mole. See, half MV bar square is equal to 3/2RT. ആവശ്യമുണ്ട്. ഇനി അടുത്തത് എന്താണ്? See, I want the answer of M. Total massൻ്റെ ആൻസർ അറിയണം. See, mass of 1 molecule is M. ആണോ? നമ്മൾ കൺസിഡർ ചെയ്ത 1 മോൾ സാധനമല്ലേ?
അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് mn ആണ്. അപ്പോൾ 1/2 ഇനി എമ്മിന് പകരം mn എന്നിട്ടാൽ v ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3/2 RT എന്ന് എഴുതാം. ഓക്കെ, ഇതിനകത്തുനിന്ന് എന്നിനെ നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ എന്തായി, ഹാഫ് mv ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3/2 RT ഡിവൈഡഡ് ബൈ n എന്നാണ്. ഓക്കെ, അപ്പോൾ ഹാഫ് mv ബാർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3/2 എഴുതി r/n പകരം ബോൾസ്മാൻ കോൺസ്റ്റന്റ് എന്ന് എഴുതാം t. ഓക്കെ, കെ ബിയുടെ വാല്യൂ എത്ര, 1.38 ഇൻറ്റു 10⁻⁻23 ജൂൾ പെർ കെൽവിൻ എന്നാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കൈനറ്റിക് എനർജി ഓഫ് 1 മോളിക്യൂൾ. നേരത്തെ എഴുതിയത് കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ. ഇത് രണ്ടും ഓർത്ത് വെച്ചോണം. ഇനി r/n എന്ന് പറഞ്ഞാൽ എന്താണ്, ബോൾസ്മാൻ കോൺസ്റ്റന്റ്. ഇല്ലാതാക്കരുത്. r/n എന്ന് പറഞ്ഞാൽ എന്താണ്, ബോൾസ്മാൻ കോൺസ്റ്റന്റ്. ഇല്ലാതാക്കൂലല്ലോ. n എന്ന് പറഞ്ഞാൽ എന്താണ്, വട്ട് ഈസ് n? n എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ. n എന്ന് പറഞ്ഞാൽ എന്താണ്, അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ എത്രയെന്ന് പറഞ്ഞു തരണോ? അറിയാം. ഓക്കെ, അടുത്തതിലേക്ക് പോട്ടെ. അടുത്ത സംഗതിയിലേക്ക് പോവാണ്. ഇനി ഒരു ബുദ്ധിമുട്ടുമില്ലേ, നമ്മൾ ഇതിനകത്തൊന്നും ഒരു ഉടായ്പും കാണിച്ചിട്ടില്ല, സ്ട്രൈറ്റ് ആയിട്ട് എഴുതി പോയതാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ശ്രദ്ധിച്ചോ, ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം ശ്രദ്ധിച്ചിരിക്കണം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഉദാഹരണം പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഒരു മോളിക്യൂള് ഒരു സ്ട്രൈറ്റ് ലൈൻ, ഒരു സാധനം എന്തെങ്കിലും ഒരു സാധനം ഒരു സ്ട്രൈറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നു. ഒരു സ്ട്രൈറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ അതിൻ്റെ മോഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോർഡിനേറ്റ് പറഞ്ഞാൽ മതി. അപ്പോൾ എക്സ് ആക്സിസ് വഴിയാണ് പോകുന്നതെങ്കിൽ എക്സ് ആക്സിസിൽ എത്രയിലെത്തി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതിനെ ഇനി അടുത്ത ഈ മോളിക്യൂള് സ്പേസിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത് വെച്ചു. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ് കോർഡിനേറ്റും ഒരു y കോർഡിനേറ്റും ഒരു z കോർഡിനേറ്റും ഒക്കെ നമുക്ക് പറയാം. വേണമെങ്കിൽ ടൈമും ഒക്കെ പറയാം. അപ്പോൾ ആ പാർട്ടിക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് ഉപയോഗിച്ചു അല്ലേ. എത്ര എണ്ണം ഉപയോഗിച്ചോ ആ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഒന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സിമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഒരു മോളിക്യൂൾ എടുക്കുക, ഈ മോളിക്യൂളിൻ്റെ കറക്റ്റായിട്ടുള്ള പൊസിഷൻ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, അതിന് വേണ്ടി 3 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് എടുത്തു, എക്സും ഒയും ഇസഡും. ഓക്കെ, ടൈം പറയാൻ വേണ്ടി ടൈം നോക്കി. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുറേ കോർഡിനേറ്റ്സ് ഇവിടെ കൺസിഡർ ചെയ്തില്ലേ. എത്ര എണ്ണം കൺസിഡർ ചെയ്തോ ആ കൺസിഡർ ചെയ്ത എണ്ണത്തിന് പറയുന്ന പേരാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ വാട്ട് ഈസ് ഡിഗ്രി ഓഫ് ഫ്രീഡം? നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു സ്പെസിഫൈ ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. എന്താണ്? നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു സ്പെസിഫൈ ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് is known by the name degree of freedom. ഇല്ലാതാക്കരുത്. What is degree of freedom? Number of independent coordinates required to specify the position of an object is known by the name degree of freedom. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി നിങ്ങളിവിടെ നോക്കുക, ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കൂ, ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 3n - k എന്നാണ്. എന്താണ് മക്കളെ? 3n - k എന്നാണ്. ഇതിനകത്ത് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. k എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻ്റ് റിലേഷൻസ് ആണ്. നമ്പർ ഓഫ് ഇൻഡിപെൻഡൻ്റ് റിലേഷൻസ് ആണ്. നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. ഞാനൊരു ഡയറ്റോമിക് മോളിക്യൂൾ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡയറ്റോമിക് മോളിക്യൂൾ എടുക്കാം. ഞാൻ ഒരു എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 ആറ്റംസ് അല്ലേ ഉള്ളത്. ഇതൊരാറ്റം. ഓക്കെ, അപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്ര? 2 ആണ്. ഇവർ തമ്മിൽ ഞാനൊരു റിലേഷൻ വരയ്ക്കട്ടെ. ഇതാണ് നമ്പർ ഓഫ് റിലേഷൻ. അപ്പോൾ നമ്പർ ഓഫ് റിലേഷൻ ഒരെണ്ണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം കാണും? ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാൻ 3n - k എന്നാണ് ഈക്വേഷൻ അല്ലേ. അപ്പോൾ 3 × n, 3 × 2 6 -1. ആൻസർ എത്ര? 5. അപ്പോൾ ഡയറ്റോമിക് മോളിക്യൂളിന് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടി? 5. എന്തെങ്കിലും പ്രയാസമൊന്നും ചെയ്യാം. സോ വാട്ട് ഡു യു മീൻ ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം? പെട്ടെന്ന് പോകണം. വാട്ട് ഡു യു മീൻ ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം? നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു സ്പെസിഫൈ ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ദെൻ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ. ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു പറയൂ 3n - k എന്നാണ്. സി വാട്ട് ഈസ് n? n മീൻസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇനി പറയില്ല n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അടുത്ത് k എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് relations. So you consider a diatomic molecule. So diatomic molecule. Okay, so I am considering a diatomic molecule. Okay, so there are 2 atoms. So number of atoms is equal to 2.
then there is one relation between them. So number of relations is 1. So how many degree of freedom is equal to 3n minus k. So 3 into 2 6 minus 1. So answer is 5. So there are 5 degrees of freedom for a diatomic molecule. മനസ്സിലായാൽ ഐഡിയ പിടികിട്ടിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു റിജിഡ് ബോഡി എടുക്കുകയാണ്. ഓക്കെ, ഒരു റിജിഡ് അല്ലെങ്കിൽ അത് ലാസ്റ്റ് പറയാം. ഓക്കെ, നമുക്കൊരു മോണോ അറ്റോമിക് മോളിക്യൂൾ എടുക്കാം. മോണോ അറ്റോമിക് മോളിക്യൂൾ എടുക്കാം. ഓക്കെ, മോണോ അറ്റോമിക് മോളിക്യൂൾ എടുത്താൽ അതിനകത്ത് ഒരൊറ്റ ആറ്റമേ കാണും അല്ലേ. അപ്പം നമ്പർ ഓഫ് ആറ്റംസ് 1 ആണ്. അവൻ ആരുമായിട്ട് ബന്ധമില്ല, അപ്പോൾ അവന് കണക്റ്റ് ആവാൻ ആരുമില്ല. അപ്പം നമ്പർ ഓഫ് റിലേഷൻസ് എത്ര? 0. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര വരും? ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 3n മൈനസ് കെ. ഓക്കെ, 3n മൈനസ് കെ. അപ്പോൾ 3 into 1 3 മൈനസ് 0 3 എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് ഡയറ്റോമിക് ആണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചു തന്നെ. അപ്പോൾ ഡയറ്റോമിക് മോളിക്യൂൾ എടുത്താൽ നമ്മൾ എങ്ങനെ എഴുതും പറ? അതിനകത്ത് 2 ആറ്റംസ് ഉണ്ടല്ലേ. അപ്പം നമ്പർ ഓഫ് ആറ്റംസ് 2 ആണ്. ഇനി ഇവർ തമ്മിൽ ഒറ്റ റിലേഷൻ, അപ്പം നമ്പർ ഓഫ് റിലേഷൻ 1. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര വരും? ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 3n മൈനസ് കെ എന്നാണ്. അപ്പോൾ 3 into 2 6 മൈനസ് 1 ആൻസർ എത്ര? 5 എന്നാണ്. ഓക്കെ, ഇനി അടുത്ത ഏതാ ഉള്ളത്? അടുത്തത് ഒരു ലീനിയർ ട്രയറ്റോമിക് എടുക്കാം. എന്താണ്? ലീനിയർ ട്രയറ്റോമിക്. ലീനിയർ ട്രയറ്റോമിക് മോളിക്യൂൾ എടുക്കാം ഞാൻ. ഇപ്പോൾ ഒരു ലീനിയർ ട്രയറ്റോമിക് മോളിക്യൂൾ എടുത്താൽ ആറ്റംസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 1 2 3. അപ്പം നമ്പർ ഓഫ് ആറ്റംസ് എത്ര? 3 ആണ്. ഞങ്ങളോട് നോക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ പുറത്താണ് എഴുതുന്നതെന്ന് അറിയാനാണ്. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ ഞാൻ വരയ്ക്കുകയാണ്. 1 2. അപ്പം നമ്പർ ഓഫ് റിലേഷൻസ് എത്ര? 2 ആണ്. അപ്പോൾ ഫ്രീഡം, ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? പെട്ടെന്ന് പറ. ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 3n മൈനസ് കെ എന്നാണ്. അപ്പോൾ 3 into 3 9 9 മൈനസ് 2 7. ഓക്കെ, ഇനി അടുത്ത ഏതാണ്? നോൺ ലീനിയർ ട്രയറ്റോമിക്. നോൺ ലീനിയർ ട്രയറ്റോമിക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മോളിക്യൂൾസ് ആറ്റംസ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊരെണ്ണം. ഓക്കെ, ഇങ്ങനെ നോൺ ലീനിയർ ആണ്, ഒരു ലൈനിലല്ല. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്ര? 3 ആണ്. ഇവർ തമ്മിലുള്ള റിലേഷൻ ഞാൻ വരയ്ക്കാം. 1 2 3. അപ്പോൾ നമ്പർ ഓഫ് റിലേഷൻസ് എത്ര? 3. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെ കണ്ടുപിടിക്കും പറ? ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 3n മൈനസ് കെ എന്നാണ്. അപ്പോൾ 3 into 3 9 9 മൈനസ് 3 6 എന്നാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞില്ലേ? അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇതിനകത്ത് ഞാൻ ഗവേഷണം നടത്തേണ്ട ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല. ഇനി അടുത്തത് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കണം. നമ്മളിവിടെ മോണോ അറ്റോമിക്കിൻ്റെ വീണ്ടും ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ടിങ് തൊട്ട് പറഞ്ഞു പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമായിട്ട് കിടക്കും. എല്ലാം റൈസ് ചെയ്തു. അപ്പോൾ ഒരു ഓരോന്ന് മാത്രം പറയുന്നു. അപ്പോൾ മോണോ അറ്റോമിക്കിൻ്റെ കാര്യം. മോണോ അറ്റോമിക് ആണെങ്കിൽ ഒരേ ഒരു ആറ്റം അല്ലേ. അപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 1, ആരുമായിട്ട് ബന്ധമില്ല. അപ്പോൾ കെയുടെ വാല്യൂ 0. അപ്പം ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര? ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 3n മൈനസ് കെ. ഓക്കെ, 3n മൈനസ് കെ. അപ്പോൾ 3 into 1 3 മൈനസ് 0. അപ്പോൾ 3 എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? 3. അപ്പോൾ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ 3 എണ്ണവും ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡമാണ്. അപ്പോൾ എന്താണ്? അപ്പോൾ 3 എണ്ണം എന്ന് പറയുന്നത് 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡമാണ്. ഓക്കെ, ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. മോളിക്യൂളിന് ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസിൻ്റെ മോളിക്യൂൾസാണ്. മോളിക്യൂൾസിന് എവിടെ വേണോ സഞ്ചരിക്കാം. അപ്പോൾ മോളിക്യൂൾസിന് ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവും. ഇനി മോളിക്യൂളിന് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം, മോളിക്യൂളിന് വേണമെങ്കിൽ വൈബ്രേറ്റും ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം, റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം, വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ മോണോ അറ്റോമിക് ഗ്യാസ് ആണ് എടുക്കുന്നതെങ്കിൽ, ഒരു മോണോ അറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ അതിന് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഇത് 3ഉം എന്ത് മാത്രമാണ്? ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രമാണ്. ഓർത്ത് വെച്ചോണം. അപ്പോൾ മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ 3 ഡിഗ്രി ഓഫ് ഫ്രീഡവും എന്താണ്? ട്രാൻസ്ലേഷനിലാണ്. ഇനി അടുത്തത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതുകൂടെ മനസ്സിലായിക്കോളും. ഡയറ്റോമിക് എടുക്കുന്നു. ഡയറ്റോമിക് എടുത്താൽ 2 ആറ്റംസ് അല്ലേ. അപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 2 അല്ലേ. നമ്പർ ഓഫ് റിലേഷൻസ് 1. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് പറ 3n മൈനസ് കെ. 3n മൈനസ് കെ. അപ്പോൾ 6 മൈനസ് 1 എത്ര? 5. ഓക്കെ, ഈ 5 എണ്ണത്തിൽ 3 എണ്ണം ട്രാൻസ്ലേഷണലും 2 എണ്ണം റൊട്ടേഷണലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഡയറ്റോമിക് എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം, അതിന് 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണും, 2 റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണും. അപ്പോൾ മോളിക്യൂൾസിന് ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ട്, റൊട്ടേഷണൽ മോഷനും ഉണ്ടെന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത്
നമുക്ക് അടുത്തതിലേക്ക് പോകണോ? ഇതാ അടുത്തത് ലീനിയർ ട്രയറ്റോമിക്. ലീനിയർ ട്രയറ്റോമിക്കും നോൺ ലീനിയർ ട്രയറ്റോമിക്കും ഡിഗ്രി ഓഫ് ഫ്രീഡം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ഓരോന്ന് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത ഡെറിവേഷനിൽ ഞാൻ പറഞ്ഞങ്ങ് വിടാം. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഐഡിയ പിടികിട്ടിയല്ലോ. അപ്പോൾ മോണോറ്റോമിക് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം? 3 എണ്ണം. ഈ 3 എണ്ണം എന്ത് മാത്രമാണ്? ട്രാൻസ്ലേഷനിൽ മാത്രമാണ്. ഇനി അടുത്ത ഡയറ്റോമിക് ആകുമ്പോഴത്തേക്ക് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം? 5 ഡിഗ്രി ഓഫ് ഫ്രീഡം. അതിനകത്ത് 3 എണ്ണം ട്രാൻസ്ലേഷനിലും 2 എണ്ണം റൊട്ടേഷനിലും. ഇസ് ഇറ്റ് ക്ലിയർ? സോ എ മോണോറ്റോമിക് മോളിക്യൂൾ ഹാസ് 3 degree of freedom. All the 3 are translational degree of freedom. Then for a diatomic molecule there are 5 degree of freedom. 3 are translational and 2 are rotational. Okay, അപ്പോൾ ഇത്രയും ആയി. ഇനി അടുത്ത സംഗതിയിലോട്ട് ഞാൻ പോവാണ്. നോക്കൂ, ഇതെല്ലാം ഇറേസ് ചെയ്ത് കളഞ്ഞു. അവഗാഡ്രോ നമ്പർ എത്ര? നേരത്തെ ഞാൻ ചോദിച്ചാണ് 6.023 × 10⁻23. അതൊന്നും പറയണ്ട. അടുത്തത് അവഗാഡ്രോസ് ഹൈപ്പോത്തസിസ്. സ്വന്തമായിട്ട് പറ. നിങ്ങൾ പറ, ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ ദ സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്താണ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ആ നമ്പർ നമ്മൾ എന്താ വിളിക്കുക? അവഗാഡ്രോ നമ്പർ. അതൊന്നും ഞാൻ പറയുന്നില്ല, കെമിസ്ട്രി പഠിച്ചതാണ്. ഇനി അടുത്തത് ലോ ഓഫ് ഇക്വി പാർട്ടീഷൻ ഓഫ് എനർജി നമുക്ക് ആവശ്യമുള്ളതാണ്. ലോ ഓഫ് ഇക്വി പാർട്ടീഷൻ ഓഫ് എനർജി. പേടിക്കരുത്. ലോ ഓഫ് ഇക്വി പാർട്ടീഷൻ ഓഫ് എനർജി എന്താണെന്ന് പറയാം. നിങ്ങളൊരു ഗ്യാസ് എടുക്കുക. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്യാസിൻ്റെ ഒരു സിസ്റ്റം ഒരു സിസ്റ്റം. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ T ആണ്. ഇത് ഇക്വിലിബ്രിയത്തിലാണെന്നിരിക്കട്ടെ. അപ്പോൾ ഗ്യാസാണ്. അപ്പോൾ ഗ്യാസിൻ്റെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ T ആണ്. ഇതിപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഈ ഗ്യാസിൻ്റെ മോളിക്യൂൾസ് ഓടുന്നവന്മാർ കാണും, ട്രാൻസ്ലേഷണൽ മോഷൻ ഉള്ളവന്മാർ കാണും, പിന്നെ റൊട്ടേഷണൽ മോഷൻ ഉള്ളവന്മാർ കാണും, വൈബ്രേഷണൽ മോഷൻ ഉള്ളവന്മാർ കാണും. അപ്പോൾ അവിടുത്തെ ടോട്ടൽ ഒരു എനർജി കാണുമല്ലോ എല്ലാത്തിനും കൂടെ. ഈ ടോട്ടൽ എനർജി എന്തിനൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക? പറ. ഈ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ട്രാൻസ്ലേഷനിലും പോവും, റൊട്ടേഷനിലും പോവും, വൈബ്രേഷനിലും പോവും. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണല്ലോ ടോട്ടൽ എനർജി. ഈ ടോട്ടൽ എനർജി എല്ലാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും ഈക്വലായിട്ട് ഡിവൈഡ് ആവും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ അവിടുത്തെ എനർജി ട്രാൻസ്ലേഷനായിട്ടും റൊട്ടേഷനായിട്ടും വൈബ്രേഷനായിട്ടും ഒക്കെ പോവില്ലേ? അപ്പോൾ ഇത് ഓരോന്നും ഓരോ മോഡുകളാണെന്ന് പറയും. ചെറിയൊരു പ്രയാസമേ ഉള്ളൂ. ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോഡാണ്. ഇനി ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോഡാണ്. അടുത്ത് ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ 2 മോഡാണ്. ഓർത്ത് വെച്ചോണം. അപ്പോൾ നമ്മളിനി ഉപയോഗിക്കുന്ന ഒരു പുതിയ ടേമാണ് മോഡ്. അപ്പോൾ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോഡാണ്. ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോഡാണ്. ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ 2 മോഡാണ്. അപ്പോൾ അവിടെ 10 മോഡുണ്ടെന്ന് വെച്ചോ. അപ്പോൾ നമ്മുടെ ഒരു ഗ്യാസ് ഇവിടെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ T ആണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ 10 മോഡുണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഈ 10 മോഡിലുമായിട്ട് ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി ഡിവൈഡ് ആവും. ഒരു മോഡിൽ 1/2 kBT ആയിരിക്കും എനർജി. അപ്പോൾ ഒരു മോഡിൽ എനർജി 1/2 kBT ആണെങ്കിൽ 10 മോഡിലും കൂടെ എത്രയായി? × 10. ഇതായിരിക്കും ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി. മനസ്സിലായില്ല? എടാ, ഒരു സിസ്റ്റം എടുത്തു. ആ സിസ്റ്റത്തിൽ മൊത്തത്തിൽ എത്ര മോഡുണ്ടെന്ന്? 10 മോഡുണ്ട്. ആ മോഡ് എന്ന് പറയുന്നത് ഏതൊക്കെ ആവാം? ട്രാൻസ്ലേഷൻ ആവാം, റൊട്ടേഷൻ ആവാം, വൈബ്രേഷൻ ആവാം. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ മൊത്തത്തിൽ എത്ര മോഡുണ്ട്? 10 മോഡുണ്ട്. അപ്പോൾ ഒരു മോഡിന് 1/2 kBT എനർജിയാണ്. അപ്പോൾ 10 മോഡിൽ എത്ര കാണും? 10 × 1/2 kBT. ഇതെടുത്താൽ ഇതായിരിക്കും സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ലോ ഓഫ് ഇക്വി പാർട്ടീഷൻ ഓഫ് എനർജി. അപ്പോൾ എന്താണ് ലോ ഓഫ് ഇക്വി പാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ? ഈ മനുഷ്യനെ മനസ്സിലാവുന്ന ഫോമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എന്താണ്? ഒരു സിസ്റ്റം എടുക്കുക. സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ T ആണെന്നിരിക്കട്ടെ. ഈ സിസ്റ്റത്തിന് 10 മോഡുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു മോഡിൽ 1/2 kBT വെച്ചിട്ട് 10 മോഡിൽ 10 × 1/2 kBT ആയിരിക്കും ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എല്ലാ മോഡിലുമായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ആയി പോകും. ഒരു മോഡിലുള്ളത് 1/2 kBT ആയിരിക്കും. ഒരു ട്രാൻസ്ലേഷൻ എന്ന് കേൾക്കുമ്പോഴേ ഒരു മോഡെന്ന് വിചാരിച്ചോണം. റൊട്ടേഷൻ കേൾക്കുമ്പോഴും ഒരു മോഡാണ്. വൈബ്രേഷൻ കേൾക്കുമ്പോൾ 2 മോഡാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ 2 ട്രാൻസ്ലേഷൻ ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നു, 2 റൊട്ടേഷൻ ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നു, 1 വൈബ്രേഷൻ ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ എത്ര മോഡ് വരും? ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ 1 മോഡാണ്. അപ്പോൾ 2 ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ 2 മോഡാണ് അല്ലേ? ഇനി അടുത്ത ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 1 മോഡാണ്. അപ്പോൾ 2 റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 2 മോഡാണ് അല്ലേ? ഇനി ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ 2 മോഡാണ്. അപ്പോൾ മൊത്തത്തിൽ എൻ്റെ സിസ്റ്റത്തിന് എത്ര മോഡ് കാണും? 6 മോഡ്. അപ്പോൾ സിസ്റ്റത്തിനുള്ള എനർജി ഈ 6 മോഡിൽ ഈക്വലായിട്ട് ഡിവൈഡ് ആവും. ഒരു മോഡിൽ 1/2 kBT ആയിരിക്കും ഡിവൈഡ് ആയി പോവുക. ഓക്കെ, ഇതിനെ പറയുന്ന പേരാണ് ലോ ഓഫ് ഇക്വി പാർട്ടീഷൻ ഓഫ് എനർജി. അപ്പോൾ എന്താണ് ലോ ഓഫ് ഇക്വി പാർട്ടീഷൻ ഓഫ് എനർജി?
ലോ ഓഫ് ഇക്വി പാർട്ടീഷൻ ഓഫ് എനർജി ആവശ്യമുണ്ട്. എന്താണ് ലോ ഓഫ് ഇക്വി പാർട്ടീഷൻ ഓഫ് എനർജി? പെട്ടെന്ന് പറയൂ. എന്താണ്? കൺസിഡർ എ സിസ്റ്റം, യു കൺസിഡർ എ സിസ്റ്റം ഇൻ equilibrium. You consider a system in equilibrium at a temperature T. Its total energy is equally divided among all the modes of absorption. എനർജി ഈ ഓരോന്നിലായിട്ട് അബ്സോർബായി മാറുകയാണ്. അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണ്? ഇഫ് യു കൺസിഡർ എ സിസ്റ്റം ഇൻ equilibrium at a temperature T, for a system in equilibrium at a temperature T, the total energy is equally divided among all the modes of absorption. The energy absorbed in one mode is half kBT, where kB is Boltzmann constant. One translation equal to one mode, one rotation equal to one mode, one vibration equal to two mode. Okay, so suppose I have a system. Its total energy is 100 joule. Okay, suppose then the system has two translational degree of freedom, two rotational degree of freedom, and two vibrational degree of freedom. Okay. Then see, one translation is one mode, so two translation is two mode. Then one rotation is one mode, so two rotation is two mode. One vibration is two mode, two vibration is four mode. Okay, so what is the total number of modes? 8 modes. So 8 mode on total. Okay, so 100 joule will be divided into in 8 modes. So energy for one mode is half kBT. അപ്പോൾ 8 into half kBT gives dash എത്ര? 100. ഇതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇഫ് എ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം അണ്ടർ എ ടെമ്പറേച്ചർ T, ഇറ്റ്സ് ടോട്ടൽ എനർജി ഈസ് ഈക്വലി ഡിവൈഡഡ് എമംഗ് ഓൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ദ എനർജി അബ്സോർബ്ഡ് ഇൻ ഓൾ ദ മോഡ്സ് ഓഫ് അബ്സോർപ്ഷൻ. ഒന്നുകൂടെ, ഇഫ് എ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം അണ്ടർ എ ടെമ്പറേച്ചർ T, ഇറ്റ്സ് ടോട്ടൽ എനർജി ഈസ് ഈക്വലി ഡിവൈഡഡ് എമംഗ് ഓൾ ദ മോഡ്സ് ഓഫ് അബ്സോർപ്ഷൻ. ദ എനർജി അബ്സോർബ്ഡ് ഇൻ വൺ മോഡ് ഈസ് half kBT. One translation equal to one mode, one rotation equal to one mode, one vibration equal to two mode. Is it clear? അടുത്തേക്ക് പോട്ടെ. അടുത്തേക്ക് പോവാണ്, സൂക്ഷിക്കുക. ഓക്കെ, പ്രയാസം തോന്നുന്നോ? ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ ഈ സെക്ഷൻ ഇന്ന് തീർക്കണം. ഇനി ഒരു ശകലം അങ്ങനെ ബാക്കി വെച്ചിട്ട് അതും പ്രോബ്ലം കൂടെ നമുക്ക് അടുത്ത ദിവസം വീഡിയോ ഇടാനാണ്. ഓക്കെ, അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. ഇത് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതുമാണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് മോണോ അറ്റോമിക് ഗ്യാസ്. പരീക്ഷയ്ക്ക് ചോദിക്കും മക്കളെ. ഒബ്റ്റെയിൻ സ്പെസിഫിക് ഹീറ്റ് ഓഫ് മോണോ അറ്റോമിക് ഗ്യാസ്. ആദ്യത്തെ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പ്രയാസമുള്ളൂ, ബാക്കി എല്ലാത്തിനും അതേ മോഡലാണ്. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഒബ്റ്റെയിൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് മോണോ അറ്റോമിക് ഗ്യാസ്. ഇതാണ് ക്വസ്റ്റ്യൻ. യു കൺസിഡർ എ മോണോ അറ്റോമിക് ഗ്യാസ്. So I am considering a monoatomic gas. Okay, you consider one molecule. Okay, so how many atoms are there? 1. How many relations are there? 0. So degree, how many degrees of freedom are there? Degree of freedom is equal to 3n minus k. Any 3 into 0, sorry, 3 into 1, 3. 3 minus 0, 3. All the 3 I said are translational degree of freedom. Okay, a translational degree of freedom. നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി അടുത്തെന്താണ്? വൺ ട്രാൻസ്ലേഷൻ ഈസ് വൺ മോഡ്, സോ 3 ട്രാൻസ്ലേഷൻ ഈസ് 3 മോഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ എത്ര മോഡുണ്ട്? 3 മോഡുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ഇൻറ്റേർണൽ എനർജിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇൻറ്റേർണൽ എനർജി ഓഫ് 1 മോൾ ഗ്യാസ്. 1 മോൾ ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? 1 മോൾ ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിക്കാം. അതിന് വഴി എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് നമ്മുടെ ഇവിടെ നോക്കൂ, ഒരെണ്ണത്തിൻ്റെത് 3/2 kBT ആണെന്ന് നേരത്തെ ഞാൻ പഠിച്ചു അല്ലേ? പഠിപ്പിച്ചില്ലേ നേരത്തെ? അങ്ങനെയാണെങ്കിൽ ഒരു മോളിനകത്ത് അവഗാഡ്രോ നമ്പർ കാണൂല്ലേടാ. അപ്പോൾ അവഗാഡ്രോ നമ്പർ എണ്ണത്തിൻ്റെ ആണെങ്കിൽ ഇതിനെ n കൊണ്ട് ഇൻറ്റു ചെയ്യുക. n എന്നോ n എന്നോ എഴുതുക. ഓക്കെ, n ആയാലും n ആയാലും കുഴപ്പമില്ല, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അപ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ 1 മോൾ ഗ്യാസിൻ്റെ എനർജി നമ്മൾ പഠിച്ചതാണ്. സോറി, എത്രയാണ്? 3/2 kBT എന്ന് ഒരെണ്ണത്തിൻ്റെത് പഠിച്ചതാണ്. ഒരെണ്ണത്തിൻ്റെത്. ഇനി അടുത്ത 1 മോളിൻ്റെ ആകുമ്പോഴത്തേക്ക് എത്ര വരും? അതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. പക്ഷേ 1 മോളിക്യൂളിൻ്റെ എനർജി പഠിച്ചതാണ് 3/2 kBT.
ഇനി അങ്ങനെയാണെങ്കിൽ ഒരു മോൾ സാധനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ എണ്ണം കാണും. അപ്പോൾ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എനർജി ആണ് ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇനി ഞാൻ നേരത്തെ പഠിപ്പിച്ച സാധനം എന്താണ്? R/N എന്ന് പറഞ്ഞാൽ KB ആണെന്ന് നമ്മൾ എടുത്തതാണ്, ഓർമ്മയുണ്ടോ? അപ്പോൾ KB ഇൻറ്റു N, N എന്ന് പറഞ്ഞാൽ NA KB ഇൻറ്റു NA എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. അപ്പോൾ NA ഇൻറ്റു KBക്ക് വരെ 6 എടുത്താൽ അപ്പോൾ യുവിൻ്റെ ആൻസർ 3/2 പറ RT എന്നാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇത്രയും മണ്ടയിലോട്ട് കയറിയോ? ഇനി ഞാൻ ഒന്നുകൂടെ ഇത്രയും സാധനങ്ങൾ ഒന്നുകൂടെ പറയാം മൊത്തത്തിൽ. നിങ്ങൾ ടെൻഷൻ അടിച്ചോന്ന് എനിക്കൊരു സംശയം. ഈ സ്റ്റെപ്പുകൾ ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒന്നുകൂടെ പറയാം. ഓക്കെ, നിങ്ങളിവിടെ നോക്കി. നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ? ഒബ്റ്റെയിൻ സ്പെസിഫിക് ഹീറ്റ് ഓഫ് 1 മോൾ ഓഫ് ഒബ്റ്റെയിൻ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എന്താണ്? മോണോ അറ്റോമിക് ഗ്യാസ്. മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ആദ്യം അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ, അത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതുവരെ കണ്ടുപിടിച്ചു. എത്രയുണ്ട്? 3 ഉണ്ട്. ഓൾ ദ 3 ആർ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. 1 മോഡ് ട്രാൻസ്ലേഷൻ ഈസ് 1 മോഡ്. സോ 3 മോഡുണ്ട്. ഓക്കെ, ഒരു മോഡിൻ്റെ എനർജി എത്ര? ½ kBT. അപ്പോൾ 3 മോഡിൻ്റെ എനർജി എത്ര? അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, നമ്മൾ പഴയ കാര്യമൊന്നും ചിന്തിക്കേണ്ട. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റേർണൽ എനർജി പറ. ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിക്കണം അല്ലേ? ഇൻറ്റേർണൽ എനർജി ഓഫ് 1 മോൾ. ഒരു മോളിൻ്റെ ഇൻറ്റേർണൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്ക്, ഒരു മോഡെന്ന് പറഞ്ഞാൽ ½ kBT. അപ്പം 3 മോഡുണ്ട്. അപ്പോൾ 3 × ½ kBT ആയി. ഇത് ഒരെണ്ണത്തിൻ്റെ ഒരു മോളിൻ്റെ ആകുമ്പോൾ അതിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? അവഗാഡ്രോ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇനി ഇപ്പോൾ സംശയം തീർന്നു. 3/2 kBT കിട്ടിയത് സംശയം തീർന്നു. ഇനി R/N എന്ന് പറഞ്ഞാൽ KB ആണ്. അപ്പോൾ ഇത് ക്രോസ് ചെയ്യുമ്പോൾ KB × N എന്ന് പറഞ്ഞാൽ എന്താണ്? KB × N എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജിയുടെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട് 3/2 എഴുതി. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 6 എന്നാണ്, RT എന്നാണ്. ഓക്കെ, ഇൻറ്റേർണൽ എനർജി ഓഫ് 1 മോൾ കിട്ടി. കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് ഹീറ്റാണ് വേണ്ടത്. CV കണ്ടുപിടിച്ചാൽ മതി. അതാണ് ഉദ്ദേശിക്കുന്നത്. CV കണ്ടുപിടിക്കാം. CV യും CP യും കണ്ടുപിടിക്കലാണ് നമ്മുടെ പണി. സ്പെസിഫിക് ഹീറ്റ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CV കണ്ടുപിടിക്കാനുള്ള വഴി ഇതാണ്, du/dt ആണ്. ഇതാണ് ഇക്വേഷൻ. ഡിഫറൻസിയേഷൻ നടത്തണം ഇൻറ്റേർണൽ എനർജിയെ ടെമ്പറേച്ചർ വെച്ചിട്ട്. അപ്പോൾ d/dt അതുപോലെ എഴുതി. U 3/2 RT ആണ്. അപ്പോൾ ഇതിനകത്ത് കോൺസ്റ്റൻറ്റുകളെ എടുത്ത് പുറത്ത് വെച്ചു. ബാക്കി d/dt T എന്നെഴുതാം. അപ്പോൾ ആൻസർ 3/2 R എന്ന് വരില്ലേ? അപ്പോൾ CVയുടെ ആൻസറായി. ഇനി CP - CV എന്ന് പറഞ്ഞാൽ R ആണ്. അപ്പോൾ ഇതിൽ നിന്ന് CPയുടെ ആൻസർ എത്ര വരും? R + CV എന്നല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ എഴുതട്ടെ, CP = R + CVയുടെ ആൻസർ 3/2 R എന്നാണ്. ഇവിടുത്തെ ആദ്യത്തെ ആറിന് പകരം 2/2 R എന്ന് എഴുതട്ടെ, വെറുതെ ഒരു സന്തോഷത്തിന്. അപ്പോൾ CPയുടെ ആൻസർ കിട്ടി. അപ്പോൾ പറ, രണ്ടിടത്തും 2 ഉണ്ട്. 2R 3R കൂടെ 5R. അപ്പോൾ ആൻസർ കിട്ടി. അപ്പോൾ CPയുടെ ആൻസറും കിട്ടി, CVയുടെ ആൻസറും കിട്ടി. ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ പ്രയാസം തോന്നിയോ? അപ്പോൾ നമ്മൾ എന്ത് ഒബ്റ്റെയിൻ ചെയ്തു? ഒരു മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ എന്ത് കണ്ടുപിടിച്ചു? സ്പെസിഫിക് ഹീറ്റ് കണ്ടുപിടിച്ചു. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം കണ്ടുപിടിച്ചു. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരു കാര്യം കൂടെ പറയുമ്പോൾ ഇത് കഴിയും. ഇവിടുത്തെ ഗാമ വാല്യൂ കാണാൻ എന്താ വഴി? CP/CV അല്ലേ ഗാമ? അപ്പോൾ CP എത്ര? 5R/2 ഡിവൈഡഡ് ബൈ ഇത് എത്രയാണ്? 3R/2. അപ്പോൾ കോമൺ ആയിട്ടുള്ളത് R/2 ആണ്. അപ്പോൾ ബാക്കി 5/3 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ 5/3 എന്ന് പറഞ്ഞാൽ 1.66 എന്ന് വരും. സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്ക്. ഇതാ 1 3 2 ഓക്കെ 6 എന്നല്ലേ വരും. അപ്പോൾ 1.66 എന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഗാമ വാല്യൂ ഫോർ എ മോണോറ്റോമിക് ഗ്യാസ് എത്രയെന്ന് കിട്ടി? 1.66. ഞാൻ ഒരു പ്രാവശ്യം പറയും. ഓക്കെ, പഠിപ്പിച്ചിട്ട് ഞാൻ 1 മിനിറ്റ് ബ്രേക്ക് തരും. അപ്പോൾ എൻ്റെ കൂടെ എഴുതിയെടുത്തോണം. ഇനി ഡയറ്റോമിക്കും ട്രയറ്റോമിക്കും കൂടെ പറയുമ്പോഴേ നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതുകൊണ്ട് ആ സമയത്ത് ഞാനൊരു ബ്രേക്ക് തരും വെള്ളമൊക്കെ കുടിക്കാനായിട്ട്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇറൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണ്? ഒബ്റ്റെയിൻ സ്പെസിഫിക് ഹീറ്റ് ഓഫ് മോണോ atomic gas. Okay, so you consider a monoatomic molecule. There is only one atom. Okay, no independent relation. So number of degree of freedom is equal to പറഞ്ഞോ 3n - k. Okay, so 3 × 1 - 0 answer is 3. So there are 3 degree of freedom. All the 3 are translational. ഞാൻ ഇപ്പം കൂടെ പഠിപ്പിച്ചേ ഉള്ളൂ. So 3 translational degree of freedom. Okay,
1 translation equal to 1 mode. So 3 translation equal to 3 mode. Okay, ഇത്രയും മനസ്സിലായല്ലോ. Then what will be the internal energy? എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ് സ്റ്റെപ്പ് കേട്ടോ. Internal energy of 1 mole. ഒരു മോളിൻ്റെ ഇൻറ്റേർണൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ എടാ, ഒരു മോഡിന് ഹാഫ് കെ ബി ടി, അപ്പോൾ 3 മോഡിന് 3 × ഹാഫ് കെ ബി ടി ആണല്ലോ. അങ്ങനെ എത്ര എണ്ണം? ഒരു മോളിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് എണ്ണം കാണും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പഠിപ്പിച്ച എന്താണ്, R/NA എന്ന് പറയുന്നതാണ് നമ്മുടെ ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ക്രോസ് ചെയ്താൽ KB × NA എന്ന് പറഞ്ഞാൽ എന്താണ്, ആറാണ്. അപ്പോൾ KB × NA എന്ന് പറഞ്ഞാൽ ആറാണ്. അപ്പോൾ യുവിൻ്റെ ആൻസർ പറ. യു എന്ന് പറഞ്ഞാൽ 3/2 × RT എന്നാണ്. ഇനി നമുക്ക് വേണ്ടത് CP ആണ്. CP എങ്ങനെ കാണും പറ? DU/DT എന്നാണ്. അപ്പോൾ പറ, CP അല്ലല്ലോ നമ്മൾ ആദ്യം ചെയ്യുന്നത്, CV അല്ലേ? CV കാണാൻ എന്താ വഴി? DU/DT. മറന്നു പോരുത്, CV കാണാനുള്ള മെത്തേഡ് എന്താണ്? DU/DT എന്നാണ്. കെമിസ്ട്രി പഠിച്ചതാണ് നിങ്ങൾ. അപ്പോൾ D/DT ഇട്ടു, യുവിൻ്റെ വാല്യൂ 3/2 RT എന്നാണ്. അപ്പോൾ എന്ത് വരും? 3/2 R എടുത്തിട്ട് ബാക്കി D/DT T എന്നാണ്. അപ്പോൾ ആൻസർ 3/2 R എന്നാണ്. അപ്പോൾ എന്തിൻ്റെ ആൻസറായി? CVയുടെ ആൻസറായി. CP - CV എന്ന് പറഞ്ഞാൽ R ആണ്. അപ്പോൾ CP എങ്ങനെ കണ്ടുപിടിക്കും? R + CV എന്നാണ്. ഇല്ലാതാക്കരുത്. അപ്പോൾ CP കണ്ടുപിടിക്കാൻ പോവാണ്. R തന്നെ, CVയുടെ വാല്യൂ 3/2 R എന്നാണ്. ഇവിടെ ഒരു സന്തോഷത്തിന് വേണ്ടി 2/2 ഇട്ടു. രണ്ടിടവും ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്. 2R ഉം 3R ഉം കൂടെ 5R. അപ്പോൾ 3 നമുക്ക് എന്തൊക്കെ കിട്ടി? CP യും CV യും കിട്ടി. ഇനി ഗാമ എങ്ങനെ കണ്ടുപിടിക്കും? അതുകൂടെ കണ്ടുപിടിച്ചോ. CP / CV എന്നാണ്. അപ്പോൾ എന്താണ്? 5R/2 / 3R/2. അപ്പോൾ ആൻസർ 5/3 എന്ന് പറഞ്ഞാൽ 1.66. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഫാസ്റ്റായിട്ടൊന്ന് നോക്കിയേ, പെട്ടെന്നൊന്ന് നോക്കിയേ നിങ്ങൾ സ്റ്റെപ്പ്. ഇനി ഞാൻ പറയില്ല, അടുത്തത് ഇനി ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേക പുതുമയൊന്നുമില്ല, എല്ലാത്തിനും ഒരേ സ്റ്റെപ്പ് തന്നെ. പെട്ടെന്നാവട്ടെ, ഫാസ്റ്റായിട്ട് നോക്ക്. എന്നിട്ട് ഞാൻ ബ്രേക്ക് തരാം, 1 മിനിറ്റ് റിലാക്സ് ചെയ്യാൻ തരാം. നമുക്കൊരു 10 മിനിറ്റ് കൂടെ വേണ്ടി വരും പഠിപ്പിച്ച് തീർക്കാൻ. ഓക്കെ, ഓക്കെ, ഇനി ഒരു മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വരണം. ഓക്കെ, മുഖമൊക്കെ കഴുകി വെള്ളമൊക്കെ കുടിച്ചിട്ട് വരണം. 1 മിനിറ്റ്.
അപ്പോൾ എല്ലാവരും വെള്ളം കുടിച്ചോ? ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സാധനത്തിലേക്ക് പോകാം. ഇതേ മെത്തേഡ്. ഇനി ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ആ ഒരു അലിമ്പ് ഡെറിവേഷൻ മാത്രമേ ഉള്ളൂ, ആലിമ്പ് തന്നെ. ഓക്കെ, അപ്പോൾ എനിക്കും ഇഷ്ടമല്ല. ഓക്കെ, സന്തോഷമായില്ലേ? അപ്പോൾ സാറന്മാർക്കും പൊതുവേ അത് ഇഷ്ടമല്ല. ആ ഒരു മെത്തേഡ് അത്ര ഒരു സുഖമല്ല. ചുമ്മാ അവിടെ ഇവിടെയൊക്കെ അപ്രോക്സിമേഷൻ നടത്തുന്നതുകൊണ്ട് നമ്മളിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വല്ല കൊനഷ്ടമൊക്കെ അതിനകത്ത് കാണും. അതുകൊണ്ട് അതുപോലെ ഇത്തിരി സ്റ്റാൻഡേർഡായിട്ടത് ഇപ്പോൾ എല്ലാം നിങ്ങളുടെ ടെക്സ്റ്റിൽ സ്റ്റാൻഡേർഡായിട്ടാണ് കൊണ്ടുത്തിരിക്കുന്നത്. അത് മാത്രം ആ ഒരു അസംഷനും കാര്യങ്ങളും വെച്ച് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. കുഴപ്പമില്ല, ഇനിയിപ്പോൾ നമുക്ക് സഹിച്ചല്ലേ പറ്റൂ. അടുത്തത് ഓക്കെ, അടുത്തതിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ഒബ്റ്റെയിൻ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഡയറ്റോമിക് ഗ്യാസ്. ഒരു ഡയറ്റോമിക് ഗ്യാസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ സി പി കണ്ടുപിടിക്കണം, സി വി കണ്ടുപിടിക്കണം. ഗാമ അണ്ടർസ്റ്റുഡാണ്, അതുകൂടെ കണ്ടുപിടിച്ച് വെച്ചേക്കുക. ചെയ്യാം. അപ്പോൾ യു കൺസിഡർ എ ഡയറ്റോമിക് മോളിക്യൂൾ, 2 atoms. So 2 atoms, then number of relations 1. Okay, how many degrees of freedom? പെട്ടെന്ന് പറയണം, ഒരു പാടുമില്ല. ഇനി നമുക്ക് എല്ലാ ചടപട പറയാൻ പറ്റും. ഡിഗ്രി ഓഫ് ഫ്രീഡം സെക്കൻഡ് ടൈം ഞാൻ പറയുമ്പോൾ നിങ്ങൾ കൂടെ അങ്ങ് എഴുതിക്കൊണ്ടാതെ. ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള ഇക്വേഷൻ പറ, 3n - k. അപ്പോൾ 3 × 1 3, 3 × 2 6 -1 5. അപ്പോൾ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? 5. ഞാൻ നിങ്ങളടുത്ത് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, ഈ 5 എണ്ണത്തിൽ 3 എണ്ണം ട്രാൻസ്ലേഷനിലും പിന്നെ 2 എണ്ണം റൊട്ടേഷണലുമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞതാണ്. ഇനി ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ 1 മോഡാണ്. അപ്പം 3 ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ 3 മോഡാണ്. ഓക്കെ, ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 1 മോഡാണ്. അപ്പോൾ 2 റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 2 മോഡാണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ എത്ര മോഡുണ്ട്? 5 മോഡുണ്ട്. ഓക്കെ, ഒരു ബുദ്ധിമുട്ടില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് പറ. ഇൻറ്റേർണൽ എനർജി ഓഫ് 1 മോൾ. 1 മോൾ സാധനത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി U = എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ പറയാം, നേരത്തെ ചെയ്ത അതേ രീതി. 1 മോഡെന്ന് പറഞ്ഞാൽ ½ kBt. അപ്പോൾ 5 മോഡെന്ന് പറഞ്ഞാൽ 5 × ½ kBt. ഓക്കെ, ഇനി 1 മോളിൻ്റെ ആകുമ്പം അതിന് അവഗാഡ്രോ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ KB × NA എന്ന് പറഞ്ഞാൽ എന്താണ്? R. അപ്പോൾ യുവിൻ്റെ ആൻസർ പറ 5/2. ഇനി റൗണ്ടിൽ കിടക്കുന്നത് RT എന്നാണ്. ഇനി നമ്മൾ CV കണ്ടുപിടിക്കും. CV ആണുള്ള മെത്തേഡ് നേരത്തെ പറഞ്ഞ തന്നെ പറ, du/dt എന്നാണ്. അപ്പോൾ d/dt അതുപോലെ എഴുതി. യുവിൻ്റെ വാല്യൂ 5/2 RT എന്നാണ്. ഓക്കെ, ഇതിനകത്ത് 5/2 R ഇങ്ങനെ എടുക്കുക, ബാക്കി d/dt T എന്ന് എഴുതുക. അപ്പോൾ 5/2 R എന്ന് ഒറ്റയടിക്കാൻ എഴുതിയാലും മതി. അപ്പോൾ എന്തിൻ്റെ ആൻസറായി? CV-യുടെ ആൻസറായി. ഇനി CP - CV = R എന്നാണ്. അപ്പോൾ CP = R + CV എന്നാണ്. R + CV എത്ര? 5/2 R എന്നാണ്. ഇവിടെ 2/2 വെറുതെ ഇട്ടു. അപ്പോൾ ആൻസർ 7R/2 എന്നായി. കിട്ടിയില്ലേ? CP CV കിട്ടിയില്ലേ? ഇനി ഗാമ എങ്ങനെ കണ്ടുപിടിക്കും? ഗാമ എന്ന് പറഞ്ഞാൽ CP/CV എന്നാണ്. CP എത്ര? 7R/2 / 5R/2 എന്നാണ്. അപ്പോൾ ആൻസർ 7/5 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തന്നെ 7/5 നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നോക്ക്. 1 5 2 കണ്ടോ, 0 4. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 1.4. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാണാതെ പഠിക്കേണ്ട വാല്യൂസാണ് CPയും CVയും ഗാമയൊക്കെ കേട്ടോ. അപ്പോൾ ഡയറ്റോമിക്കിൻ്റെ ഗാമ വാല്യൂ എത്ര? 1.4 എന്നാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെ എടുക്കൊള്ളോ? ഇനി അടുത്ത പ്രാവശ്യം പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കൂടെ എഴുതി വരുമല്ലേ? അപ്പോൾ കൂടെ എഴുതി വരണം. അപ്പോൾ യു കൺസിഡർ എ diatomic gas. There are 2 atoms. Okay, so number of atoms 2, 1 relation, so number of relation 1. So degree of freedom, how many degree of freedom are there? So degree of freedom is equal to പറഞ്ഞോ പെട്ടെന്ന് പറ 3n - k. അപ്പോൾ ആൻസർ എത്ര? 3 × 2 6 -1 എത്ര? 5. Among these 5, 3 are translational and 2 are rotational. Okay, then 1 translation is 1 mode, so 3 translation is 3 mode, plus 1 rotation is 1 mode, so 2 rotation is 2 mode, so in total 5 modes. Okay, so 5 modes. Okay, then energy of 1 mode ½ kBt, energy of 5 mode 5 × ½ kBt. So next step, internal energy of
1 mol. Internal energy of 1 mol. Representation U. എങ്ങനെ കണ്ടുപിടിക്കും? ഹാഫ് കെ ബി ടി 1-ൻ്റെ അല്ലേ, 5 എണ്ണത്തിൻ്റെ ആകുമ്പം അതിൻ്റെ ഇൻറ്റു 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ 1 മോളിൻ്റെ ആണ്. ഓക്കെ, ഇനി കെ ബി ഇൻറ്റു എൻ എക്ക് പകരം ആർ. അപ്പോൾ ആൻസർ എന്താ? യു ഈസ് ഈക്വൽ ടു ഹാഫ് പറ 5 ഇവിടെ ഉണ്ടല്ലേ, 5/2 ഇൻറ്റു പറഞ്ഞോളൂ ആർ ടി. ഓക്കെ, ഇനി സി വി എങ്ങനെ കണ്ടുപിടിക്കും? പെട്ടെന്ന് പറ. ഡി യു ബൈ ഡി ടി എന്നാണ്. മീൻസ് ഡി ബൈ ഡി ടി പറ, യുവിൻ്റെ വാല്യൂ 5/2 ആർ ടി എന്നാണ്. ആൻസർ ഒറ്റയടിക്ക് പറ 5/2 ആർ. ഓക്കെ, ഇനി അടുത്തെന്താണ്? സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. ഇനി നമുക്ക് വേണ്ടത് സി പി ആണ്. സി ഈക്വൽ ടു ആർ പ്ലസ് സി വി. പറഞ്ഞോ, ആർ പ്ലസ് സി വി എത്ര? 5/2 ആർ. ഇവിടെ നമുക്ക് എന്തെഴുതാം? 2/2. സോ സി പി ഈസ് ഈക്വൽ ടു പെട്ടെന്ന് പറ 7r/2. ഓക്കെ, ഇനി വാട്ട് ഈസ് ഗാമ വാല്യൂ? പെട്ടെന്ന് പറ. ഗാമ ഈസ് ഈക്വൽ ടു സി പി ബൈ സി വി. ഈക്വൽ ടു പറഞ്ഞോ, സി പി എത്ര? 7r/2 ഡിവൈഡഡ് ബൈ 5r/2. സോ ആൻസർ ഈസ് 7/5 മീൻസ് 1.4. കഴിഞ്ഞു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, അതാണ് ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ ഡെറിവേഷൻ. മനസ്സിലായല്ലോ? ഇനി ഞാൻ പറയണോ? ഇനി അടുത്ത ഒരു സ്പെഷ്യൽ കേസ് കൂടെ പറയാം. ഡയറ്റോമിക് മോളിക് ഗ്യാസ് വിത്ത് വൈബ്രേഷൻ. വൈബ്രേഷനും കൂടെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ സി പി സി വിയും ഗാമയൊക്കെ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഡയറ്റോമിക് ഗ്യാസ് ആണ്. സി നമ്പർ ഓഫ് ആറ്റംസ് 2. ഓക്കെ, നമ്പർ ഓഫ് റിലേഷൻ ഇസ് 1. സോ N2 ദെൻ K1. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം പറ. യൂഷ്വലി ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാ? ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു 3n മൈനസ് കെ ദെൻ ഇസ് ഈക്വൽ ടു 5. ദെൻ ഫ്രം ദിസ് 5 3 are translational and 2 are rotational. Okay, this is a usual case, but here we have one vibration also. So here 3 translation plus 2 rotation plus 1 vibration also. Okay, ഇത് മാത്രമാണ് വ്യത്യാസം. അപ്പോൾ 3 translation equal to 1 translation equal to 1 mode. So 3 translation equal to 3 mode. 1 rotation equal to 1 mode. So 2 rotation equal to 2 mode. പേടിക്കരുത്. 1 vibration is പറ 1 vibration is 2 mode. ഓക്കെ, കൊളാക്കരുത്. ഇനി അപ്പോൾ ടോട്ടൽ എത്ര മോഡായി? 3 × 2 5 × 7. അപ്പോൾ 7 മോഡായി. ഇനി ബാക്കി പണികളൊക്കെ പഴയത് തന്നെ. പറ എന്താണ് ഇൻറ്റേർണൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കും? പെട്ടെന്ന് പറ. 7 ഇൻറ്റു ഹാഫ് കെ ബി ടി ഇൻറ്റു അവഗാഡ്രോ നമ്പർ തന്നെ. കെ ബി ഇൻറ്റു എൻ എക്ക് പകരം ആർ. അപ്പോൾ ആൻസർ പറ 7/2 ആർ ടി എന്നാണ്. സി വി എങ്ങനെ കണ്ടുപിടിക്കും? ഡി യു ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ മീൻസ് ഡി ബൈ ഡി ടി പെട്ടെന്ന് പറ മക്കളെ 7/2 ആർ ടി മീൻസ് 7/2 ആർ. ഇനി അടുത്ത് സി പി എങ്ങനെ കണ്ടുപിടിക്കും? പറ. ആർ പ്ലസ് സി വി എന്നാണ് അല്ലേ. അപ്പോൾ ആർ പ്ലസ് പറയൂ 7/2 ആർ. അപ്പോൾ എത്ര വരും? ഇവിടെ ഒരു 2/2 ഇടുമ്പോൾ 9/2 ആർ എന്ന് വരും. ഓക്കെ, ഇനി ഗാമ കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ഗാമ? സി പി ഡിവൈഡ് ബൈ സി വി. അപ്പോൾ സി പി എത്ര? 9/2 ആർ ഡിവൈഡ് ബൈ 7/2 ആർ. അപ്പോൾ ആൻസർ എത്ര വരും? 9/7 എന്ന് വരും. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് വന്നാൽ ഡയറ്റോമിക് വിത്ത് വൈബ്രേഷൻ. ഞാൻ പറയണോ? ഇനി ഒന്നും കൂടെ പറയേണ്ട ആവശ്യമുണ്ടോ? പറയേണ്ട കാര്യമൊന്നുമില്ല. പഴയത് പ്ലസ് 1 വൈബ്രേഷൻ. ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ 2 മോഡാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇനി അടുത്ത എന്താണ് ഞാൻ പറഞ്ഞത്? അപ്പോൾ ടോട്ടൽ എത്ര മോഡ്? 3 മോഡ്, 2 മോഡ്, 7 മോഡ്. എല്ലാം കൂടെ 3 2 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 2 2 ആഡ് ചെയ്യുമ്പോൾ 7 മോഡ്. ബാക്കി സ്റ്റെപ്പുകൾ പഴയത് തന്നെ. ഓക്കെ, പറയണ്ടല്ലോ. അടുത്തതിലേക്ക് പോകാം. അടുത്തത് നോൺ ലീനിയർ ട്രയറ്റോമിക്. ഓക്കെ, ഞാൻ പറയുന്നത് എന്താണ്? നോൺ ലീനിയർ ട്രയറ്റോമിക്. ഇത് ഒരു പ്രാവശ്യമേ ഞാൻ പറയും. ഓക്കെ, അപ്പോൾ കൂടെ നിങ്ങൾ എഴുതി വന്നാൽ നല്ലത്. അപ്പോൾ നോൺ ലീനിയർ ട്രയറ്റോമിക്. അപ്പോൾ അതാണ്ട് ദർ ആർ 3 ആറ്റംസ്, 3 റിലേഷൻസ്. സോ N3 K3. ഡിഗ്രി ഓഫ് ഫ്രീഡം പറ. ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു പറ 3n മൈനസ് കെ. അപ്പോൾ പറഞ്ഞോ 3 × 3 9 - 3 6. ഓക്കെ, അപ്പോൾ ഇതാണ്
എമംഗ് ദി 6 ഓർത്ത് വെച്ചോണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു, അതിനകത്ത് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഇതിനകത്ത് 3 ആർ ട്രാൻസ്ലേഷണൽ ആൻഡ് 3 ആർ റൊട്ടേഷൻ. ഓർത്ത് വെച്ചോണം. അപ്പോൾ നോൺ ലീനിയർ ട്രയറ്റോമിക് എടുക്കുമ്പോൾ ദർ ആർ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം. എമംഗ് ദി 6 3 ആർ ട്രാൻസ്ലേഷണൽ, 3 ആർ റൊട്ടേഷണൽ. ഇനി ബാക്കി പറ. 1 ട്രാൻസ്ലേഷൻ 1 മോഡ്, 3 ട്രാൻസ്ലേഷൻ 3 മോഡ്, പ്ലസ് 1 റൊട്ടേഷൻ 1 മോഡ്, 3 റൊട്ടേഷൻ 3 മോഡ്. സോ ടോട്ടൽ 6 മോഡ്. ടോട്ടൽ എത്ര മോഡുണ്ട്? 6 മോഡുണ്ട്. ഇനി ബാക്കി പറഞ്ഞു. യു എങ്ങനെ കാണും എന്ന് നിങ്ങൾ തന്നെ പറ. യു എങ്ങനെ കാണും പറയൂ. 6 ഇൻറ്റു ഹാഫ് കെ ബി ടി ഇൻറ്റു എൻ എ. ദെൻ കെ ബി ഇൻറ്റു എൻ എക്ക് വരെ ആർ. അപ്പോൾ 6/2 പറഞ്ഞോളൂ. ബാക്കി ആർ ടി. ഓക്കെ, എന്ന് പറഞ്ഞാൽ 3RT. ഓക്കെ, ഇനി അടുത്തെന്താ വേണ്ടത്? സി വി ആണ്. സി വി എന്ന് പറഞ്ഞാൽ du/dt എന്നാണ്. അപ്പോൾ d/dt എഴുതിയിട്ട് 3RT. അപ്പോൾ ഇതിനകത്ത് ടി ഒഴികെയുള്ള സാധനം വെളി വരും, 3R. പ്രയാസമുണ്ടോ? അപ്പോൾ സി പി എങ്ങനെ കാണും? ആർ പ്ലസ് സി വി എന്നാണ്. ഓക്കെ, അപ്പോൾ ആർ പ്ലസ് സി വി എത്ര? 3R. അപ്പോൾ ആൻസർ എത്ര? 4R. പേടിച്ചില്ലല്ലോ. ഇനി ഗാമ കാണാൻ എന്താ വഴി? സി പി ഡിവൈഡഡ് ബൈ സി വി എത്ര? 4R ഡിവൈഡഡ് ബൈ 3R. അപ്പോൾ ആൻസർ 4/3. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 1.3333 എന്ന് വന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും കുഴപ്പം തോന്നിയാടാ? എന്തെങ്കിലും പ്രയാസം തോന്നിയാൽ നിങ്ങൾക്ക്? അപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും സ്റ്റെപ്പ് ഒന്നാണ്. അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ മാത്രം പഠിക്കുക, ബാക്കി കൂടെ റെഡിയാവും. ഓക്കെ, എഴുതിയില്ലേ? നിങ്ങൾ കൂടെ എഴുതിയില്ലേ? അപ്പോൾ ഇത് നല്ലൊരു ഇതല്ലേ, ഓർത്ത് വെച്ചോണം. ഓക്കെ, ഇനി അടുത്ത ഏതായിരിക്കും? ലീനിയർ ട്രയറ്റോമിക്. ഇതും ഒറ്റ പ്രാവശ്യം ഞാൻ പറയൂ. അപ്പോൾ ലീനിയർ ട്രയറ്റോമിക്. ലീനിയർ ട്രയറ്റോമിക് നമുക്ക് 3 ആറ്റംസ് ഉണ്ട്, ഒരു ലൈനിലാണ്. ഓക്കെ, അപ്പം എന്നിൻ്റെ വാല്യൂ 3 ആണ്. നമ്പർ ഓഫ് റിലേഷൻസ് 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് റിലേഷൻ 2. ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയെന്ന് പറയൂ പെട്ടെന്ന്? ഡിഗ്രി ഓഫ് ഫ്രീഡം പറഞ്ഞോ? 3n - k. പെട്ടെന്ന് കൂടെ പറഞ്ഞോ? 3n - k. അപ്പം മീൻസ് ഇക്കളൊക്കെ വരുന്നു. ഓക്കെ, 3 × 3 9 -2 7. ഓക്കെ, 7 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. എനിവേ ഈ 7 എണ്ണം എന്ന് പറയുന്നത് ട്രാൻസ്ലേഷനോ റൊട്ടേഷനോ മാത്രമേ വരൂ. അതെനിക്ക് പറയാൻ പറ്റും. സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. ദിസ് 7 മീൻസ് 7 ട്രാൻസ്ലേഷൻ ഓർ 7 റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഏത് വേണം വരാം, അല്ലെങ്കിൽ 2 കൂടെ വരാം. അപ്പോൾ ഈ 7 ഇൻക്ലൂഡ്സ് ട്രാൻസ്ലേഷൻ ഓർ റൊട്ടേഷൻ ഓൺലി. 1 ട്രാൻസ്ലേഷൻ ആയാലും 1 റൊട്ടേഷൻ ആയാലും 1 മോഡാണ്. അപ്പോൾ ഇവിടെ 7 എണ്ണം എന്ന് പറയുമ്പോഴത്തേക്ക് 7 മോഡാണ്. വൈ 7 മോഡ്? 7 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രാൻസ്ലേഷൻ ഓർ റൊട്ടേഷൻ. Translation or rotation means 1 mode. So 7 means 7 mode. Okay. So what is answer of U? U in answer പറ. പെട്ടെന്ന് പറ. U in answer പറയൂ. 7 into half kBT into Avogadro number. Then Na into kB ക്ക് വരെ R. പറയൂ 7/2 into RT. Then CV എങ്ങനെ കണ്ടുപിടിക്കും പറ? du/dt. ഒറ്റയടിക്ക് ആൻസർ പറ. 7/2 R. ഓക്കെ, ഇനി അടുത്ത CP എങ്ങനെ കണ്ടുപിടിക്കും പറഞ്ഞോ? R plus CV means R plus 7/2 R. അപ്പോൾ ആൻസർ എത്ര വരും? ഒറ്റയടിക്ക് പറ. 9/2 R. ഓക്കെ, ഇനി ഗാമ വാല്യൂ പറയണം. ഗാമ is equal to CP/CV. ഇനി അപ്പോൾ 9/2 R ഡിവൈഡഡ് ബൈ 7/2 R എന്ന് വരും. അപ്പോൾ ആൻസർ 9/7 എന്ന് വരും. കുഴപ്പമുണ്ടോ? എന്തെങ്കിലും പ്രയാസമുണ്ടോ? ചാടപടാ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഏതിൻ്റെ? ലീനിയറിൻ്റെ. അപ്പോൾ ഫോർ ലീനിയർ how many degrees of freedom are there? 7. These 7 include what and what only? Translational degree of freedom and rotational degree of freedom only. Vibration വരില്ല. ഓക്കെ, ഇനി ഒരു സംഭവം കൂടെ പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അതുകൂടെ പറയാം ഞാൻ. അടുത്തത് പോളി അറ്റോമിക് ഗ്യാസ്. ഓക്കെ, ഒരു പോളി അറ്റോമിക് ഗ്യാസ് എടുക്കാം. ഒരു പോളി അറ്റോമിക് ഗ്യാസ് എടുത്താൽ അതിനകത്തുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. You consider a polyatomic gas. It has 3 translational degree of freedom, rotational degree of freedom, and some F number of vibrational degree of freedom. ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ നോക്കൂ, ഇപ്പോൾ ഷാർപ്പ് എണ്ണം പറയാൻ കഴിയാത്തതുകൊണ്ടാണ് F എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ്? 3 ട്രാൻസ്ലേഷൻ, 3 റൊട്ടേഷൻ ആൻഡ് F വൈബ്രേഷൻ ആണ്. ഇനി നിങ്ങൾ സന്തോഷമായിട്ട് പറയുക,
1 translation is 1 mode. So 3 translation, 3 mode. 1 rotation is 1 mode. So 3 rotation, 3 mode. അടുത്ത 1 vibration, 2 mode. Okay, 2 mode. അപ്പോൾ F vibration, F into 2 mode. മനസ്സിലായ? 1 vibration, 2 mode. അപ്പോൾ F vibration, F into 2 mode. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യാം. 3 3 6 മോഡ്. 6 മോഡ് പ്ലസ് 2F മോഡ്. ഓക്കെ, അപ്പോൾ രണ്ടിലും മോഡ് പുറത്തെടുക്കുക, കോമൺ ആയിട്ട് ബാക്കി ബ്രാക്കറ്റിൽ ഇടുക. 6 + 2F. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. 3 ട്രാൻസ്ലേഷണൽ, 3 റൊട്ടേഷണൽ, പിന്നെ ഇതെല്ലാം ചെയ്തു. ഇനി നമുക്ക് ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിക്കാം. ഇൻറ്റേർണൽ എനർജി കാണാനുള്ള മെത്തേഡ് പറ. ഇൻറ്റേർണൽ എനർജി കാണാനുള്ള സാധനം പറ. നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞോ? ഹാഫ് KBT ഇൻറ്റു അവഗാഡ്രോ നമ്പറിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യും. 6 + 2F കൊണ്ട് ഇൻറ്റു ചെയ്യും. ആണല്ലോ. ഇനി ഈ രണ്ടെണ്ണത്തിൽ നിന്നും കോമൺ 6 + 2F ന്ന് 2 കോമൺ എടുക്കാം. അപ്പോൾ യുവിൻ്റെ ആൻസർ പറ. ഹാഫ് KBT അതുപോലെ എഴുതി, NA അതുപോലെ എഴുതി. ഇത് രണ്ടിൽ നിന്ന് 2 കോമൺ എടുത്താൽ ബാക്കി 3 + F എന്ന് എഴുതാം. ഈ 2ഉം 2ഉം പോയി. KB ഇൻറ്റു NAക്ക് വരെ 6 എഴുതാം. അപ്പോൾ യുവിൻ്റെ ആൻസർ പറ. ഇവിടെ 3 + F ഉണ്ട്. ബാക്കി റൗണ്ടിൽ കിടക്കുന്നത് 6 ആണ്, T എന്നാണ്. ഓക്കെ, ഇതാണ് ഇൻറ്റേർണൽ എനർജി. ഇനി എന്താ വേണ്ടത്? ഇൻറ്റേർണൽ എനർജി അറിയാമെങ്കിൽ CV-യുടെ വാല്യൂ എത്ര ആയിരിക്കും? CV പെട്ടെന്ന് പറ. du/dt എന്നാണ്. ഓക്കെ, അപ്പോൾ T ഒഴിയുള്ള ബാക്കി സാധനങ്ങൾ അങ്ങോട്ട് എഴുതുക. അപ്പോൾ 3 + FR എന്നാണ്. ഓക്കെ, ഇനി അടുത്ത് CP എങ്ങനെ കാണും? R + CV എന്നാണ്. അപ്പോൾ R + 3 + FR എന്നാണ്. പേടിച്ചില്ല. അപ്പോൾ CP = R + ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 3R + FR എന്നാണ്. അപ്പോൾ CP = ഇല്ലാതാക്കരുത്, പറ 4R + FR എന്നാണ്. രണ്ടിലും 6 കോമൺ എടുത്തിട്ട് ബാക്കി 4 + F എന്ന് എഴുതാം. ഓക്കെ, ഇനി ഗാമ വാല്യൂ കാണാൻ എന്താ പണി? CP/CV. ഓക്കെ, ഇനി ഇതിനകത്ത് വാല്യൂ ഇട്ട് കൊടുക്കുക. പറഞ്ഞോ, CP എത്രയാ? R × 4 + F ഡിവൈഡഡ് ബൈ, അടുത്ത് അപ്പുറത്ത് എന്താണ്? CV-യുടെ വാല്യൂ എത്രയായിരുന്നു? R × 3 + F. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഗാമ വാല്യൂ = ഇത് പോയി 4 + F ഡിവൈഡഡ് ബൈ 3 + F എന്നാണ് ഇവിടുത്തെ ആൻസർ. കുഴപ്പമുണ്ടോ? അപ്പോൾ ഇവിടുത്തെ എന്ത് ഗിവൺ ആയിരിക്കണം? എഫിൻ്റെ വാല്യൂ തന്നിരിക്കണം. അപ്പോൾ ആ പർട്ടിക്കുലർ പോളി അറ്റോമിക് മോളിക്യൂളിൻ്റെ F വാല്യൂ ഉണ്ടെങ്കിലേ നമുക്കിവിടെ ആൻസർ ഇടാൻ പറ്റും. ഓക്കെ, മേലും താഴെ F വെട്ടിക്കളയുമോ? വെട്ടിക്കളഞ്ഞാൽ ഞാൻ കൈവെട്ടും. നോക്ക്, F വെട്ടാൻ പറ്റുമോ ഇത്? അപ്പോൾ ഒന്നും കൂടെ ഫാസ്റ്റായിട്ട് പറയാം. ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ പറയാമെന്ന് പറഞ്ഞു. സോ obtain CP, CV and gamma value for polyatomic gas. So you consider a polyatomic gas. So there are 3 translational degree of freedom, 3 rotational degree of freedom, and some F number of vibrational degree of freedom. Then 1 translation is equal to 1 mode, so 3 translation is 3 mode. 1 rotation is 1 mode, so 3 rotation 3 mode. 1 vibration is 2 mode, so F vibration is F into 2 mode. Okay, so answer 6 mode plus 2F mode. Okay, then common ആയിട്ടുള്ളതൊക്കെ വെളിയിൽ എടുത്ത് വെച്ചാൽ ഇപ്പോഴേ അങ്ങ് എടുത്തേക്കാം. ഓക്കെ, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? 2 മോഡ് കോമൺ ആയിട്ടുണ്ടല്ലേ. അപ്പോൾ 2 മോഡ് കോമൺ ആയിട്ടുണ്ട് രണ്ടിലും. അപ്പോൾ 2 മോഡ് ഞാൻ അതുപോലെ എഴുതി. ബാക്കി ബ്രാക്കറ്റിൽ 3 + F. ഓക്കെ, അപ്പോൾ ശല്യം തീർന്നല്ലോ. അപ്പോൾ ഇതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇനി അടുത്തെന്താണ്? ഇൻറ്റേർണൽ എനർജി ഓഫ് 1 മോൾ. പറ. ഹാഫ് KBT ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു ഈ സാധനം. അപ്പോൾ 3 + F ഇൻറ്റു 2. ഓക്കെ, ഈ 2 വെട്ടി KB ഇൻറ്റു NA അവഗാഡ്രോ R. അപ്പോൾ U = പറയും. ഇവിടെ 3 + F ഇവിടെ ഉണ്ട്. ദെൻ റൗണ്ടിൽ കിടക്കുന്നത് RT. ദെൻ CV = du/dt. നിങ്ങൾ ഒറ്റയടിക്ക് ആൻസർ എഴുതാം. ആൻസർ എത്ര വരും? 3 + FR. ഓക്കെ, T ഒഴികെയുള്ള സാധനം. അടുത്ത CP കാണാൻ എന്താ വഴി? R + CV എന്നാണ്. അപ്പോൾ R + പറ 3 + F ഇൻറ്റു R. ഇനി അടുത്ത് ബാക്കി ആൻസർ പറ. R + 3R + FR. അപ്പോൾ ആൻസർ CP = പറഞ്ഞോ. എല്ലാം പോയാ? ഒന്നുകൂടെ എഴുതാം.
നിങ്ങളുടെ വിധി അതായിരിക്കും ചിലപ്പോൾ മൊത്തം ഇറേസിലായി. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, പറ. നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാ? ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 3 ട്രാൻസ്ലേഷൻ, 3 റൊട്ടേഷൻ, എഫ് വൈബ്രേഷൻ. ഓക്കെ, അടുത്ത് 1 ട്രാൻസ്ലേഷൻ 1 മോഡ്. അപ്പോൾ 3 ട്രാൻസ്ലേഷൻ 3 മോഡ് പ്ലസ് 3 മോഡ് പ്ലസ് 1 വൈബ്രേഷൻ 2 മോഡ്. അപ്പോൾ എഫ് ഇൻറ്റു 2 മോഡ്. ഇനി നമ്മൾ ആൻസർ എഴുതി എന്താണ്? 6 മോഡ് പ്ലസ് 2f മോഡ്. ഇനി രണ്ടിലും കോമൺ ഉള്ളത് എന്താണ്? 2 മോഡ് എന്നാണ് കോമൺ ആയിട്ടുള്ളത്. ബാക്കി 3 പ്ലസ് എത്രയാണ്? എഫ് എന്നാണ്. ഓക്കെ, ഇനി യുവിൻ്റെ വാല്യൂ കാണാൻ എന്താ വഴി പറഞ്ഞോ? ഹാഫ് kBT ഇൻറ്റു പറഞ്ഞോ എൻ എ അവഗാഡ്രോ നമ്പർ ഇൻറ്റു ഈ സാധനം. അപ്പോൾ 3 പ്ലസ് എഫ് ഇൻറ്റു 2. അപ്പോൾ 2 വെട്ടി kb ഇൻറ്റു എൻ എക്ക് വരാം 6. അപ്പോൾ യു ഈസ് ഈക്വൽ ടു പറഞ്ഞോ 3 പ്ലസ് എഫ് എഴുതി RT. ദെൻ സി വി എങ്ങനെ കാണും? du/dt. അപ്പോൾ ആൻസർ എത്രയാ? 3 പ്ലസ് എഫ് ഇൻറ്റു ആർ. ഇനി അടുത്തെന്താണ്? സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ എന്നാണ്. അപ്പോൾ 3 പ്ലസ് എഫ് ഇൻറ്റു ആർ പ്ലസ് ആർ എന്നാണ്. അപ്പോൾ ആൻസർ എത്ര വരും? 4r പ്ലസ് എഫ് ആർ എന്നാണ്. അപ്പോൾ ആൻസർ 6 കോമൺ എടുത്താൽ 4 പ്ലസ് എഫ് എന്നാണ്. ഓക്കെ, ഇനി ഗാമ വാല്യൂ കാണാൻ എൻ്റെ സഹായം വേണോ? സി പി ബൈ സി വി എത്ര? 4 പ്ലസ് എഫ് ഇൻറ്റു ആർ ഡിവൈഡ് ബൈ 3 പ്ലസ് എഫ് ഇൻറ്റു ആർ. അപ്പോൾ ആൻസർ എത്ര വരും? 4 പ്ലസ് എഫ് ബൈ 3 പ്ലസ് എഫ് എന്നാണ്. ഓക്കെ, കഴിഞ്ഞു. ഇങ്ങനെ ഉണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് എഴുതി പഠിച്ച് വെച്ചേക്കണം. ഇതെല്ലാം എൻട്രൻസിനൊക്കെ എപ്പോഴും ആവശ്യമുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ വാല്യൂസ് എല്ലാം കാണാതെ പഠിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് വൃത്തിയായിട്ട് കാണാതെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ച് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചാപ്റ്ററും തീരും, എൻ്റെ ന്യൂമറിക്കൽസും കൂടെ നമുക്ക് അങ്ങ് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റെഡിയാണ്. ഇപ്പോൾ സ്മാർട്ടായിട്ട് പഠിച്ചിട്ട് വരിക. അപ്പോൾ അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ, ബൈ ബൈ. ഓക്കെ. My heart rages around like an ocean in my head, because there are so many things that I